ഗൈസ് നോക്കൂ, വെളുപ്പിനെ കൃത്യം 4:55 നമ്മൾ വളരെയധികം മോർണിംഗ് നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. യെസ്, നമ്മൾ അങ്ങനെ നേരെ തിരുവല്ലയ്ക്ക് പോവാണ്. ഗൈസ് നോക്കൂ, അതായത് ഇരുമ്പനം, ചങ്ങനാശ്ശേരി, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല. അപ്പം നമ്മൾ നമ്മുടെ പരിപാടികൾ ഓരോന്നായിട്ട് നടത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് കുറച്ചുകൂടെ മെക്കാനിക്കൽ പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്യണം. ബ്രേക്ക് സെറ്റിംഗ് ഉണ്ട്, ബ്രേക്ക് സെറ്റിംഗ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളും സംഭവങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ നേരെ പോവുകയാണ് തിരുവല്ലയ്ക്ക്. അപ്പോൾ രാവിലെ തന്നെ പ്രിൻസ് ചേട്ടൻ്റെ റൂമിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അതായത് അവിടെയായിരുന്നു പ്രിൻസ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ്. This room very 10 day in sleeping. 10 day above in sleeping. This workshop and house. Sleeping. Guys, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നേരെ പോകണം. മനു ഉണ്ട്, അമിത്തുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നേരെ പോകണം. വണ്ടിയിലേക്ക് സാധനങ്ങളെല്ലാം കയറ്റി A to Z എല്ലാ സാധനം. അപ്പോൾ ഇവിടെ നിന്ന് വളച്ചെടുത്തങ്ങ് പോകേണ്ട കേസ് മാത്രമേ ഉള്ളൂ. നേരം വെളുത്തിട്ടില്ല കേട്ടോ, നേരം വെളുക്കട്ടെ. അപ്പം നേരെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് കണ്ടോ, എല്ലാ സാധനവും വണ്ടി കയറ്റിയിട്ടുണ്ട്. കാരണം അടുക്കി വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ തൽക്കാലത്തേക്ക് ഫോൺ ചാർജിനിട്ടു, മറ്റു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. വണ്ടി എടുക്കട്ടെടാ. രാത്രി ആവുന്നതിന് നമുക്ക് പിടിക്കാം. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വണ്ടി എടുത്തു. നേരെ തിരുവല്ല ലൊക്കേഷൻ ഇട്ടു. വെറും 82 കിലോമീറ്റർ. അത്രേ ഉള്ളോ? 1 മണിക്കൂറും 53 മിനിറ്റും. അത്രേ ഉള്ളൂ. ചാണ് നേരത്തെ നമുക്ക് 1 മണിക്കൂറിന് ഓടിച്ചു പിടിക്കായിരുന്നു. ഏകദേശം 6:30-7 മണിയാകുമ്പോൾ നമ്മൾ ഓടി എത്തും കേട്ടോ. നേരത്തെ ആയി പോകൂലോ അങ്ങനെയാണെങ്കിലോ. നേരം വെളുത്തു. നമ്മൾ ഇത്രയും നേരം വരെ ഓടിക്കുകയായിരുന്നു കേട്ടോ, കാരണം അത്യാവശ്യം കിലോമീറ്ററും അറിയാലോ. എത്ര കിലോമീറ്റർ കൂടെ ഉണ്ട്? ഇനി സത്യം പറയുകയാണെങ്കിൽ ആകെ 38 കിലോമീറ്റർ 53 മിനിറ്റ് ഉള്ളൂ. 1 hour only driving. ഓഫീസ് ടൈം ആയിട്ട് സ്കൂൾ ടൈം തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി പയ്യോ. ഇത് ലൈലാൻഡ് ആണ് സാധനം. ഫ്രണ്ടിലായാലും അത് ചാടിയ പിന്നെ ഒന്നേ നിട്ട് തുടങ്ങേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റോഡിന് വീതിയില്ല, അതാണ് പ്രശ്നം. 2 വലിയ വണ്ടി പോയി കഴിഞ്ഞാലല്ലേ പണി വാളി. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തേണ്ട സ്ഥലം എവിടെയാണോ നമ്മൾ എത്തേണ്ടത് അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്വന്തം സ്ഥലത്ത് നമ്മൾ തിരുവല്ലയിൽ എത്തിയിരിക്കുകയാണ്. എവിടെയാണ് മനുവണ്ണ എത്തിയിരിക്കുന്നത്? തിരുവല്ല കടയുടെ വരണ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ ഇവിടെ ഇട്ടാണ് എക്സ്ട്രോസും പരിപാടിയും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ഹൈവേ, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പൊ ഇന്ന് നമ്മൾ എക്സ്ട്രോസ് പരിപാടികൾ സംഭവങ്ങൾ ഇന്ന് നമ്മൾ പമ്പ്, നോസില് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ റെഡി ആക്കുന്നത്. ഗൈസ് അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളും കാര്യങ്ങളും, അതായത് പമ്പ്, നോസില് ഇതുപോലുള്ള സംഭവങ്ങൾ പണിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം പുള്ളിക്കാരനാണ് നമ്മുടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പമ്പ്, നോസിൽ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോവാണ്. അതായത് അപ്പൊ അടുത്ത ദിവസം നമ്മൾ നോക്കുന്ന പമ്പ്, നോസില്, ടെർബോ, ഇത് 3 എണ്ണത്തിന്റെ പ്രശ്നമാണ് നമ്മളെ കണ്ണെരിച്ചില് ഭയങ്കര കേട്ടോ. കണ്ണെരിച്ചില്, പുക, പമ്പ്, നോസിൽ, ഈ സാധനങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യണം. ആദ്യം പുള്ളി ഒന്ന് ഓടിച്ചു നോക്കാന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ആര്യാസിന്റെ തൊട്ടടുത്ത് അല്ലേ? തിരുവല്ല ആര്യാസിന്റെ തൊട്ടടുത്ത്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. ഇച്ചിരി ഉറങ്ങിപ്പോയിട്ടോ, അതിൻ്റെതായ ക്ഷീണങ്ങളും മ്ലാനകളും മൂകതകളും എനിക്കുണ്ടാവും. അത് നിങ്ങളെല്ലാവരും ചെയ്യണം. ചേട്ടൻ നമ്മളിപ്പോൾ എന്നായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ സർവീസ് ചെയ്യുകയാണ്. സർവീസ് ചെയ്ത് നോക്കും ആദ്യമേ. നല്ലതാണെങ്കിൽ നമ്മൾ BS3 പുതിയ മോഡൽ പമ്പ് മാറ്റി കേട്ടു. ഇപ്പൊ ഏതാ പമ്പ് കിടക്കുന്നത്? ഇതിനകത്ത് RKB പഴയ മോഡൽ പമ്പാണ്. ഫസ്റ്റ് ടൈപ്പ് Euro 1 എന്ന് പറയും പമ്പാണ്. അപ്പൊ ഇത് ഫസ്റ്റ് എഞ്ചിനാണ്. അപ്പൊ ഇത് Euro 2 എഞ്ചിനല്ല, Euro 1 എഞ്ചിനപ്പം ഏത് മോഡലാ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടില്ല? ഇതിനകത്തോ 2009 ആയിരിക്കും ഇത്. 1.3 കറക്റ്റാ. 2.1.3 ആ റേഞ്ച് തന്നെ. ഇത് ഇവോക്കോ ടെക്നോളജി. അത് തന്നെ. ചേട്ടപ്പോ വണ്ടിക്ക് വിവരം ഉണ്ട് കറക്റ്റായിട്ട്. ഫസ്റ്റ് വർഷം പാസ്. നമുക്ക് പോയി നോക്കാം. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ നേരെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. എങ്ങോട്ടാ പോകുന്നത്? അല്ല, എങ്ങോട്ടാ പോകുന്നത്? എന്നാ ഞങ്ങൾ 3 പേരും കൂടെ പോയി അടിച്ചിട്ട് വരട്ടെ. അതായത് ഉള്ളിലെ സ്ഥലപരിമിതി ഭയങ്കര. അമിത്തിനെ കൂടെ കൂട്ടണം. നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോവാണ് പമ്പിന്റെ. ഇപ്പൊ ഏകദേശം ഞാൻ എങ്ങനെ ഓടിക്കണോ? വലിച്ചോടിക്കാൻ ഇവിടുത്തെ കൊതുകുകളെല്ലാം പോകും. ഇത്രേ ഉള്ളൂ. ഫസ്റ്റില്, സെക്കൻഡില് ഇത്രേ ഉള്ളൂ. എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും. ഇത് 4 കൊല്ലത്തോളം കിടന്നാ. എന്നാ തിരക്കാന്ന് നോക്കിയല്ലോ. പിന്നെ ഇത്ര നേരം വരെ ഒരു തിരക്കുമില്ല നമ്മൾ വരാനകത്ത്.
ഏതാ ഷോപ്പ്? ഏതാ ഏതാ അതാ? അപ്പൊ അങ്ങോട്ടല്ലേ ഇപ്പൊ ഊരിക്കൊണ്ട് വരണ്ടേ? എന്തായാലും ഇവിടെ ഇട്ട് എന്തായാലും പണി നടക്കൂല കേട്ടോ. ഇവിടെ ഇട്ടത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ ലിവിനെ? അതെ ഇതല്ലേ ചേട്ടൻ്റെ ഷോപ്പ്. ഫൈനലി ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്നു. പുള്ളിക്ക് ഏകദേശം സംഭവങ്ങളൊക്കെ പിടികിട്ടിയില്ല ചേട്ടാ. കലക്കൂലേ അല്ലേ ലിവിനെ? അതെ ചേട്ടൻ ഓരോ സൗണ്ട് നമ്മൾ കേൾക്കാത്ത സൗണ്ട് വരെ പറഞ്ഞു തന്നു. ചേട്ടൻ എങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്? ഈ കേൾക്കാത്ത സൗണ്ട് കേൾക്കുന്നുണ്ട്. സംശയം. ഒരു ഇപ്പം വരാവേ. എടാ എല്ലാം നീ ഇറക്കി താഴട്ടല്ലേ വെക്കുന്നേ? വണ്ടിയിൽ സാധനങ്ങൾ ഇറക്കിയല്ല ക്യാബിൻ മറിക്കാൻ പറ്റുള്ളൂ. ഈ വണ്ടി കയറി ഇപ്പം വേർത്ത് തുടങ്ങി. കാലാവസ്ഥ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ കേട്ടോ. വെരി 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 ഹോട്ടി കാലാവസ്ഥ. അപ്പോൾ വണ്ടിയുടെ പമ്പ് സാധനങ്ങളൊക്കെ അഴിക്കാൻ പോവാണ്. നിങ്ങളുടെ വണ്ടിയിലേക്ക് വെക്കട്ടെ സാധനങ്ങൾ, ഡ്രസ്സും സംഭവങ്ങളൊക്കെ? അതിൻ്റെ ബേക്കിലേക്ക് വെക്കാമല്ലോ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അമിത് എന്ത് ചെയ്യേ ഗൈസ്? അതായത് ഓരോന്നായിട്ട് ഇതായിരിക്കുന്നു നമ്മുടെ സാധനങ്ങൾ. തലമണ ഒന്നും എടുക്കണ്ടല്ലോ. എന്നാടാ തലമണ? തലമണ ഒന്നും വേണ്ടപ്പാ. നമ്മുടെ തുണി. അയ്യോ അത് മെയിൻ സാധനമാണ്. ബാഗുകൾ, അതിനകത്ത് ഫോണുകളൊക്കെ ഉള്ളത്. അമിത അതിനകത്ത് വൺ പ്ലസ് എടുത്തുനിന്ന് കുത്തി വെക്കണ്ടേടാ. വൺ പ്ലസ് മാത്രം എടുത്തുനിന്ന് കീശ ഇട്ടോട്ടോ. അത് കുത്തി ഇട്ടേക്കാം. ഇതിലേക്ക് ഇട്ടില്ല, കാറിലേക്ക്. കാറല്ലേ ഉള്ളൂ. അവൻ്റെ കാറിലേക്ക്. മനു കാർ തുറന്നല്ല, നിന്റെ മെനു ഞാൻ തുറക്കും. എൻ്റെ ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്യും ഞാൻ ഇപ്പം. ഇത് നിങ്ങളുടെ വണ്ടിയാ? ഇത് ഇവരുടെ വിജയ് ഡീസൽ. ഇവരുടെ മറ്റേ സാധനം വിജയ് ഡീസൽ വർക്ക്സ്, MC റോഡ്. എന്നാ തിരുവല്ല. നടുക്കത്തെ പേര് വായിക്കാൻ കഴിയുന്ന നിനക്ക് വിദ്യാഭ്യാസം ഇല്ല. നടുക്കത്തെ പേര് വായിച്ചാടാ. MCRD ഡീസൽ MC എന്ന് വെച്ചാൽ എന്നറിയോ? MC എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം മഹാത്മാഗാന്ധി അല്ലേ? അത് MC റോഡ് മഹാത്മാഗാന്ധിജി എന്നാണ് ഫുൾ ഫോം. MC റോഡ് ഫുൾ ഫോം എന്നാ? ഇരിഞ്ഞിലും തിരുവല്ല. എനിക്ക് മനസ്സിലായി, കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. തുറന്നേരെ. എല്ലാവരും നമ്മളെ പോലെ തന്നെ കേട്ടോ. വലിയ അറിവും പഠിപ്പൊന്നുമില്ല. അല്ല, അറിവില്ലാത്തവർക്ക് എല്ലാ കാര്യവും അറിയാം. അറിവുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ തെറ്റുമെന്നുള്ള പേടി. അറിവില്ലാത്തവരാണ്. സംഭവമൊക്കെ ഉണ്ടോ? ഇതേ ഈ സാധനം ഫിറ്റ് ചെയ്ത് തരുമോ? അതിനാ അങ്ങനത്തെ വർത്താനം പറയുന്നത്. കൺസേൺ കൊടുത്തില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതെന്നെ സാധനം എന്ന് പറയാം. ഇത് മതി. ഞാൻ പോടാ നീറ്റില്ലോ. അല്ല താൻ പോടോ. നിങ്ങളെ എനിക്ക് മനസ്സിലായി. ഇതിനെത്ര രൂപ? പൈസ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കാതെ. RPM മീറ്റർ എന്ന് പറയുമ്പോൾ ഇത് വാട്ടർ ടെമ്പ്, വോൾട്ട്, RPM. ഇത് നമ്മുടെ മീറ്റർ വരുന്ന കുറ്റി വരുന്നത് മാത്രമേ ഉള്ളൂ. വേറെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല അതിൽ. ഈ സാധനം കണ്ടോ? ഇതിന്റെ പേരെന്താന്ന് മനസ്സിലായിട്ടെ? അല്ല, ഇത് മനു അങ്ങനെ വണ്ടി ഒതുക്കാൻ പോകട്ടോ. അതായത് ക്യാബ് മറിക്കണമെങ്കിൽ എന്തൊക്കെയോ സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞ്. എന്നാ മനു എന്നാ പറഞ്ഞ ക്യാബ്? ഏത് ഡോറ്? അപ്പോൾ വണ്ടി അങ്ങോട്ട് ചേർക്കണം. എന്നാ ബേക്കിറക്ക. ഇന്ന് പമ്പാൻ്റെ ഇൻജക്ടർ പരിപാടി. പമ്പാൻ്റെ ഇൻജക്ടർ വണ്ടിക്ക് പവർ ഇന്ന് കൂട്ടും. പിന്നെ അതുപോലെ പുള്ളിക്കാരൻ ഒന്നും കൂടെ ഇതിന്റെ ഇതൊക്കെ ടാങ്ക് ഒക്കെ ഒന്നും കൂടെ നോക്കാന്ന് പറയും. അല്ലേ? ടാങ്ക് എത്രത്തോളം നോക്കണം അത് നല്ലതിന്. പോട്ടെ ചേർത്തോ. അടയ്ക്കാൻ പറ്റുമോ നോക്കി അഖിലേട്ടാ? പറ്റൂലേ? സിമ്പിൾ. മതി നേരെയാക്ക്. എവിടെയാ പണിയുന്നേ? പമ്പ് എവിടെയാ? ഗ്യാപ്പ് ഉണ്ടോ നോക്കിയേ. ഇങ്ങോട്ട് വെച്ചോ. അവിടെ ഇപ്പൊ തുറന്നല്ലോ. ഇനി ഇങ്ങോട്ട് അടിച്ചേ. മനു വിടണ്ട. ഏട്ടാ അതെന്നെ നോക്കണം. മതിയായിരിക്കും. മതി കൂടുതല. അങ്ങോട്ട് തിരി പോരെ. ഒടുവൊക്കെ ഭയങ്കര കുറവാ. പമ്പൂരിത് സാധനത്തിന് അത് ഇതാണ് ഓർഡർ കൊടുത്തോ? ഏതാ പമ്പ്? ഇതാണ് ഓർഡർ കൊടുത്തോ? ചേട്ടൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ? പമ്പല്ല, ബോക്സ് പമ്പ് ഭയങ്കര കുറവാ.
ഇങ്ങനെ ഓടിയ വണ്ടി ഇത്ര ഗൈസ് നമുക്ക് ചേട്ടന്മാർക്ക് ക്യാബിൽ മറിച്ച് കൊടുക്കണം ഇതിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. ചേട്ടാ ഇങ്ങ് വന്നേ, നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ? എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ? നമ്മൾ ഇതിന്റെ ഡീസൽ ലൈൻ ഫുള്ള് നോക്കുന്നു, പമ്പ് നോക്കുന്നു, നോസിൽ നോക്കുന്നു, പിന്നെ ഓസുകളെല്ലാം A to Z കാര്യങ്ങൾ, ഡീസൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുള്ള് നോക്കുന്നു. അത്രേ ഉള്ളൂ, ഫുള്ള് A to Z. പിടിച്ച് ഒന്ന് സഹായിക്കാം കേട്ടോ. ഇത്ര മസിലില്ല, ഒന്ന് സഹായിച്ചൂടെ അല്ലേ? ഈ മസിലൊക്കെ അല്ല അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങോട്ട് തള്ളണ്ടേ? അതൊന്നും വേണ്ട, ചേട്ടാ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിക്കാവോ? ഓക്കെ റെഡിയാണ്. എല്ലാ സാധനം ഇങ്ങനെ ആക്കിയാലേ ഈ സാധനം ആവുള്ളൂ കേട്ടോ. എന്തൊക്കെ സാധനം പിടിച്ച് ആക്കണം, ഒരു ക്യാബും പൊക്കണേല്ലോ അല്ലേ ലിവിനെ? എന്തൊക്കെ പാടാ. ഇല്ല അവിടെ ലോക്ക് വിട്ടിട്ടില്ല. ചേട്ടൻ വിട്ടേ, ചേട്ടൻ അല്ലേ? ആയില്ല ചേട്ടൻ വലിക്കല്ലേ, വലിച്ച ചേട്ടൻ. ഇപ്പൊ ഓക്കെയാ, ഇപ്പൊ ഓക്കെയാ. സാധനം വലിക്കൽ ഇച്ചിരി പണിയാന്നേ. പോകുന്നില്ലല്ലോ. അത് വരിയാക്കിട്ട് ചേട്ടാ. പോയി. പൊട്ടി കേട്ടോ സാധനം. ഉമ്പി നമ്മൾ ഉമ്പിരിക്കുകയാണ് സൂണ. ഇത് പിടിച്ചേ, ഇത് നിങ്ങളാക്കി വിട്ടേ. നിങ്ങൾ അങ്ങനെ വലിച്ച സാധനം പൊട്ടി. ഇത് ലോക്ക് പോയി. ചേട്ടനാക്കിക്കേ. ആയിക്കേ ലോക്ക്. ആയിക്കേ ചേട്ടാ നന്നായിട്ട് ആക്കണം. ചേട്ടൻ താത്തിക്കേ, ചേട്ടൻ ഫുള്ള് താത്തിക്കേ. താത്തിയില്ലേ? ലോക്കായില്ലേ? അവിടെ നിൽക്കട്ടെ. ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഇനി ചെയ്തേ മൊത്തം താത്ത്. ഊമ്പി ഇതിൽ ചേട്ടൻ എന്തെങ്കിലും ചെയ്തായിരുന്നു. ഇപ്പൊ തോന്നേ ലോക്കിന്ന് ഇതാ പിടിയിക്കുന്നേ. ലോക്ക് അപ്പുറത്തോട്ടല്ലേ ഇതിനെ? അപ്പുറത്തോട്ടല്ലേ? അതെ, പക്ഷെ അതല്ല അത് മറ്റേത് സെക്കൻഡ് ലോക്കാ. ലോക്ക് അപ്പുറം ഇതല്ലേ? ബാക്കിലെ കൈ വെക്കല്ലേ വരുവേ. ഇനി ഒന്ന് ആക്കിയാട്ടെ തിരിച്ചിട്ട്. ഒടിയോ പണി പാളി. ചേട്ടൻ ഇത് തള്ളിയായിരുന്നോ? ഇല്ല. ദിവസം നല്ല മഴയാണ്, ഇപ്പം നല്ല ഒന്നാന്തരം വെയിലാണ്. അപ്പം എന്തായാലും നമ്മുടെ ക്യാബിന് ഇത്ര സ്ഥലം അടിപൊളിയായിട്ട് പോയിക്കൊണ്ട് എന്താ കഴിഞ്ഞ കുറേ നേരമായിട്ട് ഞങ്ങൾ 1 മണിക്കൂറായിട്ട് ഇതിൻ്റെ പുറകെയാണ്. ഇതിങ്ങോട്ട് നോക്കിയ സാധനം പൊങ്ങുന്നേ ഇല്ല. അപ്പോൾ നമ്മളൊരാളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വന്നതിന് ശേഷം നമുക്ക് ക്യാബിൻ പോക്കിട്ടണം, പമ്പ് നോസിൽ മറ്റ് സംഭവങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ദൈവമേ ഞങ്ങൾ കുറേ നോക്കി കേട്ടോ സംഭവം അടിക്കാൻ വേണ്ടി. നമ്മൾ അയച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ പൊട്ടുകയുള്ളൂ അല്ലേ? അതിൽ നല്ല ആൾ വന്നു. ഇതാണ് കേട്ടോ കമ്മീഷൻ. അതല്ല അപ്പൊ അടുത്ത ആള് വരും. അടുത്ത കാർ വരുമ്പോൾ നമ്മൾ കമ്മീഷൻ ആള് വരുന്നവർ നമ്മൾ നോക്കി ഗൈസ്. എന്തായാലും ഇത് അഴിക്കണം. മനു എന്തിയെ? മെനു എടുക്കാൻ പോയെന്ന് തോന്നുന്നു. ഈ പൈപ്പിനോട് അത് തന്നെ കേട്ടോ. ഏതാ പവർ സ്റ്റീറിന്റെ ടാങ്കിൽ ഓയിലാ? ടാങ്ക് ഓയിലാ? അത് പല സ്ഥലത്തായിട്ട് പോയിട്ട് താഴോട്ട് വിടാം. എന്തുകൊണ്ടായിരിക്കും പവർ സ്റ്റിയറിംഗ് ഓയിൽ ടാങ്കിലെ ഓയിൽ ഇതായി പോയിരുന്നത്? ടാങ്കിലെ ഓയില് ഫുള്ള് ലീക്ക്. അടിപൊളി. ആ സാധനത്തിൽ നിന്ന് മൊത്തം സ്ഥലത്തോട് ലീക്ക്. അത് ശരിയായില്ല, ശരിയാക്കി റെഡി ആയിട്ടില്ലത്. ഇതാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വണ്ടി പണിയുന്ന പാച്ചൻ്റെ പേര് രതീഷ് ചേട്ടൻ, കോട്ടയംകാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് ലീവായിരുന്നു. എന്നിട്ടും നമ്മുടെ വണ്ടി പണിയാനായിട്ട് ഓടി വന്നു. പുള്ളിയും പുള്ളിയുടെ മോനും ഉണ്ട്. മോൻ എന്തുവാ? മോൻ പാടാ 10ാം ക്ലാസ് പണി. നീ എത്രല്ല പഠിക്കുന്നത്? 10ാം ക്ലാസ്. ഇത് ഇദ്ദേഹത്തിന്റെ മോനാണ്. പേരെന്നാ? അർജുൻ. എവിടെയാ പഠിക്കുന്നത്? MGM. നിങ്ങൾ പാമ്പടിക്കാരാ അല്ലേ? അവിടെ ഞാൻ റോഡ് പണി എടുത്തിട്ടുണ്ട് കേട്ടോ പണ്ട് 90s. കഥ പറഞ്ഞുതരാം. അപ്പം പിന്നെ അവർ രണ്ടുപേരും വന്നു. അപ്പം നമ്മൾ നമ്മുടെ എന്തൊക്കെയാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ട് പിന്നിക്കണം ചേട്ടാ. അതെ, രണ്ട് സൈഡ് ഗൈസ്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് പറയണം. അതേ സമയത്ത് ബേക്കിൽ നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ അഴിക്കുന്ന പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് സാധനം ലോക്കായിപ്പോയി. എന്തോ സംഭവിച്ചോട്ടോ, ചെറിയ എന്തോ ഒരു മിസ്റ്റേക്കാ. എനിക്കൊന്ന് വന്നിരുന്നതിൽ എന്തെങ്കിലും പറ്റിപ്പോയതായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് പമ്പ് ചേട്ടന് വിജയ് ഡീസൽ വർക്ക്, വിജയ് തന്നെയല്ലേ വായിക്കുന്നത്? വിജയ് ഡീസൽ വർക്ക് ചേട്ടന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാവം ആവേശത്തിൽ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഒരു വണ്ടി ഒരാൾ ഇത്ര ആവേശത്തിൽ പണിയാൻ പറ്റുന്നുണ്ട്. പാവം എന്നെ വന്ന് വിളിച്ചു, ഇവിടെ വന്ന് എല്ലാം തുറന്ന് പണിയാൻ റെഡിയായി. ഇതാ ക്യാബിൻ പോകുന്നില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ആകാംക്ഷയില്ല. അപ്പോൾ ഓരോന്നോരോന്നിട്ട് തുടങ്ങാം. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം നിങ്ങളോട് പറയുന്നില്ല. അതെല്ലാം നമുക്ക് ഫൈനൽ ഔട്ട് വരുമ്പോൾ കാണാം കേട്ടോ. അത് മാത്രമല്ല വേറെ കാര്യങ്ങൾ നമ്മൾ ഗൈസ്, അതായത് പാച്ചനോട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ
ടയർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മലയാളം ആയതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലാകുന്നില്ല കുട്ടികളെ, എല്ലാം മനസ്സിലാകുന്നുണ്ട് കുട്ടികളെ. ഇനി ആ ഫ്രണ്ടിലെ ബമ്പർ അത് ഊരണം നമുക്ക്. ഐഡിയ ഇപ്പം തന്നെ പറഞ്ഞു മറ്റേ സാധനം അത്രേ ഉള്ളൂ. ഈ 2 പരിപാടിയുള്ളൂ ഈ വണ്ടിയിൽ, വേറൊന്നുമില്ല. വേറൊന്നുമില്ല. ആ തുമ്പിയോടെ ഒന്ന് വരാൻ പറ, തേൻ കുടിക്കാൻ സമയം ഇവിടെ മനുഷ്യന്. വരാൻ പറ ഗൈസ്. ഇത് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു കുളമാണ് കേട്ടോ. തൊട്ട് ഹൈവേ ആ പോകുന്നത്. ഏത് തിരുവനന്തപുരം ഹൈവേ അല്ലേ ഇടോ? തിരുവല്ല നേരെ കൊല്ലം. അത് തന്നെ തിരുവനന്തപുരം പോവാ. ഇത് AC റോഡ് അല്ലല്ലോ, AC റോഡ് അപ്പുറത്തല്ലേ? ഇത് MC റോഡാട്ടോ. അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പം നമുക്ക് നേരെ കാര്യങ്ങൾ ഓരോന്നും ചെയ്തു തുടങ്ങാം. ചില വൈകി എവിടെയോ കണ്ടു കിട്ടുന്നില്ല എന്ന് വിളിച്ചാ ഫോൺ എടുക്കൂല. എന്തൊക്കെ കോമഡി ആയിരുന്നു ലാസ്റ്റ്. ഇത്രയും കൂടെ നടന്നല്ലേ ഒരു ഫോൺ സ്പോൺസർ. അങ്ങനെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ തുമ്പി വന്നിരിക്കുകയാണ്. ബാഗി പാൻസ് പൈസ 52. ഗൈസ് അപ്പൊ ഇവരുടെ നാടാണ് കേട്ടോ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്, ഇവരൊക്കെ നാടാണ്. അപ്പൊ ഇവരുടെ നാട്ടിലാണ് ഞാൻ വന്നത്. ആര് പറഞ്ഞു നിക്കറ്, പക്ഷെ പാന്റിന്റെ നീളമുള്ള. നിങ്ങൾ എപ്പോഴും പോയിട്ട് വരിക? നിങ്ങൾ പോയിട്ട് അപ്പൊ ഒരുമിച്ച് കൊടുക്കാലോ. നിങ്ങൾ എത്ര മണിക്ക് വരിക പോയിട്ട്? ജനീഷനോട് പറഞ്ഞോ? 10 മണി. അത് ഇത് വേറെ സെപ്പറേറ്റ് ആണ്. അലമ്പും ബഹളങ്ങളൊന്നും ഇല്ല. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ? ഒന്നും കൊടുക്കണ്ട. മതി മതി മതി, അതറിഞ്ഞാ മതി. അറിയാലോ നമ്മുടെ സ്നേഹം. അതെ, പൈസയിലല്ല നമ്മുടെ സ്നേഹം ഇരിക്കുന്നത്. അതിപ്പോ കണ്ടിട്ട് ഏകദേശം അങ്ങനെയാണെന്ന് ഗതി. ആ പാച്ചനെങ്കിലും പിടിക്കട്ടെ, പാച്ചന് ക്വാർട്ടറോ ഫുള്ളോ ഹാഫോ എന്തെങ്കിലും കൊടുത്ത് പണി തീർക്കണം പെട്ടെന്ന്. ചേട്ടാ ഊരിയാലോ ഫ്രണ്ട്? അത് ബുക്ക് ചെയ്യും കേട്ടോ. അതായത് ആദ്യം ഫസ്റ്റ് നമുക്ക് പമ്പിന്റെ പണിയുണ്ട്. അപ്പം പമ്പിന്റെ പണി നിങ്ങൾ പോയിട്ട് വരൂലേ? നമ്മളെ ഒന്ന് സ്മരിക്കണം കേട്ടോ. പിന്നെ സ്മരിക്കാം. അതായത് പണി നടക്കുന്നു വാ ഗൈസ്. അതായത് പമ്പിന്റെ പണിയും കാര്യങ്ങളും അങ്ങനെ എടുത്തു തുടങ്ങി. ഞാൻ അപ്പുറത്തോട് വരാം കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മൾ നേരെ പമ്പിന്റെ പണിയും സംഭവങ്ങളും തുടങ്ങിയിരിക്കുകയാണ്. ഇത് എവിടെയാ പാട്ട്? എനിക്ക് മൊത്തം സംശയം. ഇപ്പം പാട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല, പാട്ടല്ല. ആണോ? പാച്ചനിപ്പം വഴി കാണാലോ. പാച്ചേട്ടാ പാച്ചനോട് ഉണ്ട്. പാച്ചനോട് ഇന്ന് ലീവാന്ന് പറഞ്ഞ വാച്ചനാ പറന്നെത്തി. സ്നേഹം വേണം, സ്നേഹമുണ്ട്. ഈ മുറ്റത്ത് ഏത് വണ്ടിയാ വന്നിരിക്കുന്നത്? അങ്ങനെ പറ. അതുകൊണ്ട് പാവം ഇന്ന് ആ കിട്ടുന്ന ഒരു ലീവല്ലേ ഗൈസ്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാണ്ട് അതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്തിട്ട് വേണം സാധനങ്ങൾ എടുക്കാൻ. ഇന്നിന് എടുക്കൽ നടക്കുമല്ലോ, ഇന്നൊരു കടകൾ ആണോ? അപ്പോൾ ഓരോ സാധനങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എടുക്കാം, എവിടെ നിന്ന് പോവാം, എന്ത് ചെയ്യാം. അതേസമയത്ത് പമ്പിൻ്റെ പരിപാടി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തോട്ടൊന്ന് പോയി നോക്കാം. പാച്ചന് ഇവിടെ നോക്കുമ്പം തൊട്ടിപ്പുറത്ത് നമ്മുടെ പമ്പും അതുപോലെ തന്നെ നോസിലും അഴിച്ചെടുക്കുക. തുമ്പി ഒരാൾ പറഞ്ഞിട്ടാണ് കേട്ടല്ലോ. അത് നമ്മൾ ഇപ്പോഴേ പറയുക. ഇല്ല അതങ്ങനെയാ. തുമ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിലും ഇതുപോലെ പല സാഹചര്യങ്ങളിലും പണയം വെച്ച് ചാരണ്ട അനങ്ങല്ലേ. അമ്പലക്കുളത്തിൽ അമ്പലക്കുളമാണോ? അതെ, 2 പമ്പ്. ഇത് എവിടെ പണിത്? ഇത് നമ്മുടെ അവിടെ പ്രശ്നം അല്ല, അടിച്ച് ചളുക്കി വെച്ചേക്ക് വന്ന്. ആണോ? അത് കറക്റ്റല്ല. പൈപ്പ് നേരെ പിടിപ്പിക്കാൻ വേണ്ടി ബെൻഡാക്കി വെച്ചേക്ക്. അതിപ്പോ ഇന്ന് കഴിഞ്ഞ ആൻഡി ചേട്ടൻ പറഞ്ഞത് അമ്മാറ്റിക്ക് ചേട്ടന്റെ ഇഷ്ടത്തിൽ ചേട്ടൻ എന്തൊക്കെ മാറ്റാം. ആൻഡി ചേട്ടൻ പറഞ്ഞു. ഇത് നിങ്ങൾ ഇഷ്ടം നിങ്ങൾ പഠിത്തോ? എന്തിനും എവിടെയും വിജയ് ഡീസൽ വർക്ക്. അതെ, അതായത് പിന്നെ പമ്പ്. അതെ, വരൂലേ? നമുക്ക് ഒരുമിച്ച് രാത്രി കെട്ടിപ്പിടിച്ച് കിടക്കാം. എത്ര മണിക്ക്? പോവാൻ 4 മണിക്കൂർ, വരാൻ 4 മണിക്കൂർ. വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ ചങ്ങനാശ്ശേരിക്കോ ഇവിടെ നിൽക്കുമോ? ഒരു വണ്ടി പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് നിലമ്പൂർ ഡെലിവറി. അത് നാളെ രാവിലെ നിലമ്പൂർ എന്ന് വെച്ചാൽ നമ്മുടെ അവിടെയല്ലേ? നിങ്ങൾ പോവോ? നാളെ രാവിലെ ഡെലിവറി എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അല്ല, ആരും പറഞ്ഞേൽപ്പിക്കാൻ പറ്റൂല. ഇല്ല, ഞാൻ തന്നെ പോകണം. പൈസ ബാലൻസ് സെറ്റിൽ ചെയ്ത് കസ്റ്റമർക്ക്. മനസ്സിലായി. ഇന്ന് നിങ്ങൾ ഉണ്ടാവൂലേ? ഇന്നുണ്ട്, വൈകുന്നേരം വരും.
എന്നാ മനു ക്യാബിന്റെ ലോക്ക് ഇട്ടുണ്ട്. ആ ആ ആ മതി ഇട്ട് തരാം. ഇതൊക്കെ നല്ല ഇതുള്ള ആൾക്കാരാണ്, നല്ല എക്സ്പീരിയൻസ്. എവിടെയാ അത് ലോക്കായല്ലോ. പിന്നെ അപ്പൊ ഇച്ചിരി പൊക്കണം, പൊക്കിക്കേ പൊക്കിക്കണം പൊക്കിക്കേ പൊക്കണം. ചേട്ടാ ഒന്ന് ഇറങ്ങിക്കോ. എടാ മോനെ അവിടെ നിന്നെല്ലാം തലയൊക്കെ മാറ്റിക്കേ, എല്ലാരും ഇറങ്ങിക്കേ, എല്ലാരും നീതി പാലിക്കുക. ആക്ക് മൊത്തം ആക്ക് വീണു. അറിയത്തില്ലേലും ഒന്ന് ആ ഓക്കെ, എല്ലാരും കയറിക്കോ. തുമ്പി അപ്പൊ നാളെ പോയോ? താക്കോല് മേടിക്കും മനു, കിടക്കാനുള്ള സ്ഥലം മേടിക്കും, കിടപ്പാടം. അമ്മിണി താക്കോല് കിടക്കാനുള്ള സ്ഥലം. നമ്മുടെ പാച്ചൻ ഓരോ സംഭവങ്ങൾ നോക്കുവാണ്. അപ്പം നമുക്ക് നേരെ ഈ പമ്പിൻ്റെ വശം, അതായത് ഓരോ സാധനങ്ങൾ ഊരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള ചേട്ടൻ നമുക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്തു തരും. പമ്പിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഊരിയെടുക്കുന്നത്, എന്താണ് ചെയ്യുന്നത്. അത് ചേട്ടൻ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവിന് വന്നായിരുന്നു. ചേട്ടൻ ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോൾ എന്നൊക്കെ തോന്നിയേ? വണ്ടിക്ക് ഒരു സൗണ്ട് ശരിയല്ല, പിന്നെ ഒരു വിസിലടി ഉണ്ടായിരുന്നു, എയർ ലീക്കേജ് പോലെ. പിന്നെ എരിച്ചില് വണ്ടി തീരെ വലിക്കത്തില്ല. നമ്മളിപ്പോൾ അഴിക്കാൻ പോകുന്നത് നമ്മൾ ഡീസൽ ലൈൻ ഫുൾ അഴിക്കും, പമ്പ് അഴിക്കും, അഴിക്കും. ഈ സാധനം നമ്മൾ ചേഞ്ച് ചെയ്യാം. ഈ സാധനം യൂണിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യും. ഇത്ര സാധനം മാറ്റിയിട്ട് പമ്പും നോസിലും ഡീസൽ ലൈൻ A to Z കാര്യങ്ങളൊന്നും നോക്കി പമ്പ് അയച്ചിട്ട് പോയിട്ട് നമ്മൾ അടുത്ത പമ്പ് മെഷീൻ നമ്മൾ കാലിബ്രേഷൻ ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം. ആ പമ്പാണ് നമ്മൾ ഇപ്പം ചേട്ടൻ തൽക്കാലത്തേക്ക് ഒന്ന് ഷോപ്പ് വരെ പോവാം. ഇവിടെ മാത്രം നിന്നാൽ പോരല്ലോ അല്ലേ, ധനം അവിടെ നിന്ന് മേടിക്കണ്ടേ ഗൈസ്. അപ്പം പയ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ പയ്യനെല്ലാം ഊരി ഇപ്പം ലെവലാക്കി എടുക്കും. ചേട്ടാ ഈ പമ്പ് ഇപ്പം ഊരി എടുക്കും. ഒരു മണിക്കൂർ ആ ഗൈസ്. അപ്പം 1 മണിക്കൂർ കൊണ്ട് ഇപ്പം പമ്പ് ഊരി അങ്ങോട്ട് പോകും. വേറെ എന്തെങ്കിലും മേടിക്കാണ്ട്? ചേട്ടൻ ഓൾറെഡി എല്ലാം മേടിച്ചു വെച്ചാൽ മനു പറഞ്ഞു. ആ ആയിക്കോട്ടെ. ഇതല്ലേ ഓക്കെ 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 ഓക്കെ. അപ്പം ചേട്ടായി പോയിട്ട് വായോ, ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാം. പമ്പ് പണി എടുക്കണ്ട. ഇതെന്താണെന്നറിയോ, ഞങ്ങളിത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും വണ്ടി സംബന്ധമായ എല്ലായിടത്തും കോണ്ടാക്ട് ഉണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ തുമ്പി മുഖേനയാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ എസ്റ്റോസ്റ്റ് പിന്നെ അതേപോലെ തന്നെ തുമ്പി വഴിയാണ് നമുക്ക് മനുവിനെ കണക്ഷനായി. അതെ, എൻ്റെ ഫ്രണ്ട് തുമ്പി എനിക്ക് റെക്കമെൻഡ് ചെയ്തു. മനു എനിക്ക് റെക്കമെൻഡ് ചെയ്തു. ഇവിടെ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ ഓരോ പരിപാടികൾ ചെയ്യണം. ഈ സ്റ്റാലിൻ അതിൻ്റെതായ ഒരു എന്താ പറയുക, ഈ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പോകുന്നവരോട് ഞാൻ പ്രത്യേകം പറയണം. എന്നെ കുറേ പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, അവരോടും കൂടി ഞാൻ പ്രത്യേകം പറയണം. നിങ്ങൾ ഒരിക്കലും ഒരു 7.5 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ 8 ലക്ഷം കൊടുത്ത് അവിടെ നിന്നൊരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു റണ്ണിങ് കണ്ടീഷനുള്ളൊരു വാഹനമല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് നാട്ടിലേക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലൊരു വാഹനം. പിന്നെ നമ്മൾ അതിന് പണിയെടുക്കണം. ഇതേപോലെ അങ്ങനെ പണിയെടുത്ത് 1 വർഷമൊക്കെ കഴിയുമ്പോഴാണ് വണ്ടി സെറ്റപ്പ് ആയി. അതായത് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് പെയിന്റ് അടിക്കാൻ 2 മാസം വരും. 2 മാസം മൊത്തം എൻഡിങ്. ഇത് കണ്ടോ, നീ ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ ചേട്ടനിപ്പം പോയായിരുന്നല്ലോ. അതിനേട്ടാ അതാ നിങ്ങൾ പറഞ്ഞൊരു വിസിലടിക്കുന്ന സൗണ്ട്. അത് ലൂസ് ആയതുകൊണ്ടാണ് അവിടെ നിന്ന് എയർ പോകുന്നത്. ഓ ടർബോ എന്നല്ലേ. എന്തൊക്കെ വിഷയങ്ങളാ, എന്തൊക്കെ ശ്രദ്ധിക്കാം. ടെർബോ ചേട്ടൻ ഒന്ന് മൂളിച്ചു തരുമോ ചേട്ടാ? ചെറുവയ്ക്ക് ഇച്ചിരി മൂളിന് കൂട്ടി തരുമോ? അയ്യോ പറയാൻ പറഞ്ഞായി, ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. ഇയാളെ മാത്രം പരിചയപ്പെടുത്തില്ല. നമസ്കാരം. അതായത് പുള്ളിയുടെ സ്ഥലത്തിട്ടാണ് പണിയുന്നത്. അതായത് പുള്ളിക്കാരന്റെ ചേട്ടൻ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. പുള്ളിയാണ് ഈ സ്ഥാപനം. ചേട്ടന്റെ സ്ഥാപനത്തിലിട്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഓരോന്നാണ് ഈ സ്ഥലം തന്നതിനും ഇവിടെ അവസരം തന്നതിനും ആദ്യമായി പുള്ളിയോട് നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഈ എസ്റ്റോസ് പിന്നെ ബാക്കി സംഭവങ്ങൾ, പാച്ച് വർക്ക് സംഭവങ്ങളെല്ലാം, പാച്ചൻ സംഭവങ്ങളെല്ലാം ചേട്ടൻ്റെയാണ്. അതായത് CRR കാർട്ടിറ്റ്യൂഡ്സ്. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പതിയെ ഓരോ ദിവസങ്ങളായിട്ട് എല്ലാവരും പരിചയപ്പെട്ട് തുടങ്ങാം. ആദ്യം ഓരോന്നായിട്ട് അഴിച്ചു തുടങ്ങുന്നു. അപ്പം ഇവർക്കും ആണെങ്കിലും വലിയ ഇതില്ല, കാരണം വണ്ടി ഇവിടെ കയറി കിടക്കും. അതിൻ്റെ വണ്ടി കയറി വീണ്ടും ഉള്ളിലല്ലേ പണിയൊക്കെ ചെയ്യുന്നത്, പുറത്തിട്ടൊന്നും ചെയ്യാറില്ലല്ലോ. പക്ഷെ ഇത് കയറത്തില്ല, ഇതൊരിക്കലും കയറത്തില്ല, കാരണം ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഞാൻ ചേട്ടന്റെ ഓരോ സംഭവം കണ്ടിട്ട് ഞെട്ടിപ്പോയി. അയ്യോ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞെട്ടിപ്പോയെന്ന് എന്നാന്ന് പറയാ. ഉള്ളിൽ യഥാർത്ഥ അത് കാണിക്കാൻ പറ്റുമോ?
വാ എന്നാൽ ഞാൻ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അതായത് നമ്മളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇനി ഫ്രണ്ടിലേക്കുള്ള ഫ്യൂച്ചറിൽ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇനി ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് വർക്ക്ഷോപ്പൊക്കെ വരാൻ പോകുന്നത്. ഇതാണ് ബൂത്ത്. അതായത് ഇത് പെയിൻറ്റിങ് ബൂത്താണ്. ഭയങ്കര മോഡേൺ രീതിയിലുള്ള വർക്ക്ഷോപ്പാണ് ഈ വർക്ക്ഷോപ്പ് ഫുൾ. ഇവിടെ BM, പിന്നെ ഫോർച്യൂണർ, അതുപോലെ മസ്താങ്, ഇതുപോലുള്ള വണ്ടികളൊക്കെ കൺവേർഷൻ, അതുപോലെ തന്നെ അതിൻ്റെ വർക്കുകൾ, സംഭവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. എക്സ്ട്രോസ്റ്റ്, പ്രീമിയം വെഹിക്കിൾസ്, നോർമൽ വെഹിക്കിൾസ്, ഹെവി വെഹിക്കിൾസ്, ഓൾ വെഹിക്കിൾസ്, എല്ലാ വെഹിക്കിൾസും ഇവിടെ പണിയും. അപ്പോൾ ഇതാണ് ബൂത്ത് എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ കയറണ്ടേ? മനു ഇവിടുത്തെ മെയിൻ ആട്ടോ. മനു ഇവിടുത്തെ മെയിൻ സെറ്റപ്പാണ്. അതായത് മനു മുഖേനയാണല്ലോ നമ്മളിത്. ഇതാണ് ബൂത്ത്. ഇങ്ങനത്തെ സാധനമാണ് നമ്മളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ. ബൂത്തിലിട്ടടിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത. അതായത് നമ്മളിപ്പം നമ്മുടെയൊക്കെ വണ്ടികൾ നിങ്ങൾ അടിക്കുന്ന കണ്ടോ. അതായത് സാധാരണ ഷീറ്റിൻ്റെ അടിയിട്ടടിക്കും, അല്ലെങ്കിൽ ബ്ലാസ്റ്റിഷിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ പറമ്പിലിട്ടടിക്കും. ഇതെന്ന് പറയുമ്പോൾ ബൂത്ത് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ ഹീറ്റിംഗ് ടെക്നോളജി, പിന്നെ അതേപോലെ തന്നെ ഈ വലിച്ചെടുക്കാനുള്ള എക്സോസ്റ്റ് സംഭവങ്ങൾ. ഒരു കമ്പനി എങ്ങനെയാണോ അടിക്കുന്നത് ആ സെറ്റപ്പ്. ഇത് കണ്ടോ ഇതൊക്കെ അടിച്ചാക്കുന്നുണ്ടോ എല്ലാം അങ്ങനെ അതിൻ്റെതായ ഒരു രീതിയാണ്. പക്ഷേ ഹെവി പ്രൊഫഷണലിസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ അത് ചെയ്യുന്നത് നല്ലത്. കാരണം ബൂത്തിൻ്റെ അകത്ത് അടിക്കാൻ ബൂത്തിനടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ വേണം. ഇനി ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇവനെ ആ കറക്റ്റ് ഈച്ച് ആൻഡ് എവരി ചൂട് ഇതിൻ്റെ അകത്തോട്ട് നിലനിർത്താൻ പറ്റും ഇവനെ. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് പെയിന്റ് ഇതിലേക്കാണോ മാറ്റുന്നത്? ഈ ബീം 5 സീരീസ് അത് മനസ്സിലായി. ഇത് വിച്ച് ഇയർ? 2024 ഇയറിലേക്ക് 2011 വണ്ടിയാണ്. 2024 മാറ്റുക. യെസ്, പുതിയ ഷേപ്പിലേക്ക് മാറ്റുക. 5 സീരീസ് ആട്ടോ. ഇനി ഞാൻ വേറെ യൂണിറ്റുകളും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഫോർച്യൂണർ മാറ്റാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം നമ്മളിത് പരിചയപ്പെടുത്താത്ത എന്നാന്ന് ചോദിച്ചാൽ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ലിപി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്ത് വന്നത്. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓരോ മിക്സിങ് യൂണിറ്റുകളും പെയിൻറ്റ് മിക്സിങ്, വെരി എക്സ്പെൻസീവ് പെയിൻ്റാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഏതാ കമ്പനി? കേട്ടോ PPGയുടെ 2K പെയിൻറ്റ്. അപ്പം PPGയുടെ 2K പെയിൻറ്റിൻ്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്. അപ്പം PPG എന്ന് പറയുമ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ അല്ലേ? മാർക്കറ്റ് ചെയ്യുന്ന മേഡ് ആണോ? തായ് മലേഷ്യ ഇല്ലേ? ഇല്ല, ഇത് ഗ്ലാസ് റൂട്ടിന്റെ മേലെ നിൽക്കും കേട്ടാ. അല്ല, ഗ്ലാസ് റൂട്ടിന്റെ ഒരു ഇത്തിരി താഴെ റേറ്റ് വരുമ്പോഴത്തേക്ക് ആ ഒരു കോസ്റ്റ് തന്നെ വരും. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഒരു 6900 ഓരോന്നിന്റെ ഇതൊക്കെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ പേളൊക്കെ വരുന്നതാണ്. അതിന്റെയൊക്കെ റേറ്റ് തന്നെ ചെറിയതിന് 11,407 MRP 11,000 രൂപ. പക്ഷെ അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും, മനസ്സിലായില്ലേ? നമ്മളിപ്പോ ആസ്പ് അടിച്ചു, ഇത് നോർമൽ പെയിന്റ് അല്ലേ? ഏകദേശം ഇതിന് ക്ലിയറിനൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 10 രൂപ 15 രൂപ 15 രൂപ റേഞ്ചിൽ വരും. 8,000 തൊട്ട് 11 രൂപ 12 രൂപ എക്സ്പെൻസീവ് പ്രീമിയം പെയിന്റ് ക്വാളിറ്റി. ഇതാണ് മറ്റു സാധനം. അതായത് ഇത് എന്ത് ചെയ്യുന്നതായിരുന്നു പറയുന്നത്? ഹൈഡ്രോ ഡ്രിപ്പിംഗ്. അതായത് കാർബൺ ഫൈബർ ഫിലിം ഒക്കെ വെച്ച് നമ്മൾ ഡിപ്പ് എടുക്കില്ലേ പാർട്സ്, കുറച്ച് കാർബൺ ഫൈബർ പോലെ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കും. മനസ്സിലായി? മറ്റേ വുഡിന്റെ ഡിസൈൻ ഒക്കെ ആക്കി എടുക്കൂലേ? ശരിക്കും ഇത് വരയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ? ഇല്ല, അതൊരു ഫിലിം. ആ ഫിലിം അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഷൂ പന്തൊക്കെ ഇതേപോലെ ചെയ്ത് അടിച്ചിട്ട് നമ്മൾ ആ സാധനം നല്ല ഫിനിഷിംഗും കിട്ടും. എന്നിട്ട് നമ്മൾ മുക്കി എടുത്തിട്ട് ക്ലിയർ അടിക്കും. ക്ലിയർ അടിച്ചിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോഴാണ് പക്കാ ഫിനിഷിംഗ് വരുന്നത്. പക്കാ ഫിനിഷിംഗ് വരുന്നത്, പക്കാ സെറ്റപ്പ് ആവും അല്ലേ? ഇനി അപ്പുറം ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഒരു മസ്താങ് കിടക്കുന്നുണ്ടല്ലോ ഇവിടെ. മെഷീൻ പിടിച്ചിട്ട് പിന്നെ നമ്മൾ അത് സ്മൂത്ത് ചെയ്ത് 2K പ്രൈമർ അടിച്ച് അതിന്റെ മണ്ടയ്ക്ക് ബേസ് അടിച്ചിട്ടാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. അതിന്റെ മണ്ടയ്ക്ക് ക്ലിയർ അടിക്കും. ഇത്രയും പ്രോസസ് ഉണ്ട്. ഗൈസ്, അതേപോലെ തന്നെ ഹെവി വണ്ടികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പുള്ളിക്കാരോട് ചോദിച്ച് ഈ സാധനം ചെയ്ത് തരുമെന്ന്. ഗൈസ് ഇത് കണ്ടോ, മസ്താങ് റാപ്പ് ചെയ്ത കേട്ടോ. ഇത് റാപ്പിംഗ് സെക്ഷനാ? അല്ല, നമ്മൾ അകത്തെ റാപ്പ് ചെയ്യുന്നത് വർക്ക് കഴിഞ്ഞിട്ട് പുറത്തോട്ട് എടുത്തിട്ടാണ്. ഗൈസ് മസ്താങ് റാപ്പിംഗ് എവറിത്തിങ്. അതേപോലെ തന്നെ ഈ പാവങ്ങളുടെ ലൈലാൻഡും. നമ്മുടെ ലൈലാൻഡ് അങ്ങനെ പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ലൈലാൻഡിൻ്റെ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് നടന്നു തുടങ്ങി. ചെറുക്കനോടെ പമ്പ് വരും കേട്ടോ. എവിടുന്നാ ചേട്ടൻ ഐഡിയ കിട്ടി? മോനെ ഐഡിയ വന്നു. എങ്ങനെയാ ചേട്ടാ? ഒരു പൈപ്പ് മേലോട്ട് എടുക്കാൻ പറ്റും. പവർ സ്റ്റിയറിംഗ് ഓയിലിൻ്റെ ഇതാട്ടോ ലീക്കാ. കാണിച്ചു തരാം പാടലുവിനെ. ഇങ്ങോട്ട് വാ. ഫുൾ ലീക്ക്. ഇല്ല, പവർ സ്റ്റിയറിംഗ് ചെയ്തത് ഏതാ ചൊവ്വായില്ല. അപ്പോൾ അവർ പൈസ തിരിച്ചു തന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തിരിച്ചു തന്നു. എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം ശരിയായില്ല കേട്ടോ. അയ്യോ, അതായത് നമ്മുടെ പമ്പ് ഊരി റെഡി ആയി കാണിക്കണ്ട. ഇവിടെയൊക്കെ ഫുള്ള് ലീക്കാട്ടോ. സാധനം നമ്മൾ അന്വേഷിച്ച് നടപ്പുണ്ട്.
കിട്ടിയിട്ടില്ല ഇതുവരെ അല്ലേടാ? കിട്ടിയിട്ടില്ല. പക്ഷെ തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല. ഇതിന്റെ റാണയുടെ സാധനം ഗൈസ്, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അടുത്ത് ഈ സാധനം മിക്സർ മെഷീൻ്റെ മിക്സർ മെഷീൻ വല്ലതും പൊളിക്കാനോ ഇവിടെ സെക്കൻഡ് കിടക്കുന്നുണ്ട്. കോൾമി ഈ ബുൾജെറ്റ്, കോൾമി ഈ ബുൾജെറ്റ്. ഐ ഹാവ് കം ഇൻ ദ പർച്ചേസിന്റെ വണ്ടി കയറ്റിക്കോളൂ അല്ലേ? ആ എന്നാ പറയുന്നേടാ? എടുക്കാന്ന്. എന്നാ പറയുന്നത് വരൂ? ലഞ്ച് ഡിന്നർ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. തട്ടുകടയിൽ നിന്ന് ചോറ്, കഞ്ഞി ചോറ് ഇതിലൊന്നും മതി. എക്സ്പെൻസീവായ കഞ്ഞി വരട്ടെ. മാക്സിമം 40 രൂപ മുടക്കാം. നൈറ്റിൽ തട്ടുകട, പ്രീമിയം തട്ടുകട. ആ, ടോട്ടൽ കോസ്റ്റ് 150 rupees. ചേട്ടാ ഏകദേശം കണ്ടുപിടിച്ചാ? ഇല്ലേ? മേലേക്കല്ലോട് പറയുന്നത്. എങ്ങനെയും ചേട്ടൻ 2 പൈപ്പ് മേലോട്ട് എടുക്കും. ഇതെന്നറിയോ, നമ്മുടെ ഈ വണ്ടി വെള്ളത്തിൽ അതുപോലെ അഡ്വഞ്ചർ പരിപാടി കിടക്കുമ്പോൾ ഇത് കണ്ടോ ലിപി? ഓ എന്നാലും മതി. എന്തായാലും 2 സാധനം മേലോട്ട് പൊങ്ങി കിട്ടിയാൽ മതി. നമ്മൾ അവിടുന്ന് 2 പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുമ്പോഴത്തേന് കണ്ടമാനം. അപ്പൊ എന്നെ മേളിൽ നിന്ന് ഇത് ചെയ്യാന്ന് രണ്ടെണ്ണം കൊടുത്താൽ ബുദ്ധിപരമായി നീക്കുമായിരിക്കും. ഇവിടുന്ന് 2 കൊടുത്താലേ ഉള്ളൂ അത്ര വൈബ്രേഷൻ. ഇവിടുന്ന് കൊടുക്കണം, വൈബ്രേഷൻ കുറവായിരിക്കും. അവിടുന്ന് ഇപ്പൊ 2 പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ. ആ അപ്പൊ അങ്ങനെയാ. സാധാരണ ഗ്യാപ്പ് കൂടുതലാണല്ലോ. ആ വലിപ്പം എന്തോരം ഉണ്ടാവും ചേട്ടാ ഏകദേശം? കൈ കൊണ്ട് കാണിച്ച വണ്ണം ഇത്ര ഉണ്ടോ? ഇല്ലേ? ഏകദേശം ഇതാ നോക്ക. ആ ഇത് തന്നെ. ഈ പൈപ്പ് വരൂലേ? ഇത്രയും വരും. ഉത്തരം വരും അല്ലേ? ഇതാടാ കറക്റ്റ് സൈസ് ഇടാ ലിവിനെ. ഇങ്ങനെ എടുക്കാം. ഒത്തിരി വൈബ്രേഷൻ വരും. ഇപ്പൊ ബാക്കി പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി ഇറക്കും പൈപ്പ് ഇവിടെ വന്നിട്ടോ. പാച്ചന്റെ ഇഷ്ടം പോലെ ചേട്ടാ. എന്തായാലും 2 പൈപ്പ് മേലോട്ട് പൊങ്ങിയാൽ മതി. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ബാക്കിലോട്ട് നിൽക്കും. മുന്നോട്ട് നേരെ വെക്കില്ല, കാരണം മഴ പെയ്യുമ്പോൾ വെള്ളം അകത്തോട്ട് പോകും. തിരിഞ്ഞ് നിൽക്കണം ബാക്കിലോട്ട്. ബാക്കോട്ടല്ലേ സൈഡിലേക്ക് നിന്നാൽ പോലെ. ഔട്ട് ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മഴ പെയ്യുമ്പോൾ സൈലൻസിനകത്തോട്ട് വെള്ളം ഇറങ്ങും. മനസ്സിലായോ? അത് എപ്പോഴും ഇത് ട്രക്കിന് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ റിവേഴ്സ് വരുമ്പോഴോ? റിവേഴ്സ് നിങ്ങൾ മഴ തുടച്ചിട്ട് പോകത്തില്ല. അയ്യോ ചേട്ടാ പമ്പൂര് ആ സമയത്ത് ചേട്ടന്റെ കഴിവ് മൊത്തം എടുത്തിട്ട് സ്റ്റാൻലി 3 നമുക്ക് തെറ്റിയാ കുഴപ്പമില്ല. ആ അവനെ നെഞ്ചിടിക്കുക. ഏത് ഏത് മുതലാളിയുടെ അല്ല അടിയെന്നാണോ 2 ഏത് ചോദ്യം മനസ്സിലായില്ലേ? ഏത് 3 പൈപ്പ് സെറ്റ് കൊടുക്കാൻ മതി. ആ ഞാനല്ലേ? അതല്ല രാവിലെ തന്നെ കട തുറന്നപ്പോ വണ്ടിയല്ല വരവേറ്റ വിരുവുകാരാ. ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്റെ ചേട്ടാ ഒരു പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് എന്നെ അടുത്ത് വേണം. ഞാൻ എന്നാ വന്നേ ഊരി പിരിവ്. അതെന്തിനു പുള്ളി എന്നെ അടുത്ത് 3 പേര് വന്നല്ലേ? രാവിലെ തന്നെ പുള്ളിനെ വരവേറ്റത്. എടാ ലിവിനെ ഇത് ഇവിടെ പമ്പ് വരുന്നുണ്ടോ? അത് സമയത്ത് ഇതുണ്ടോ പമ്പിന്റെ ഓരോ കാര്യങ്ങൾ ചെറുക്കനെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. മോനെ ഊരി തുടങ്ങിയോടാ? ഏതായാലും ഊരി നമ്മൾ പുറത്തെടുത്തോടാ? ഇല്ല, ഒന്നും എടുത്തിട്ടില്ല. ഗൈസ് നമ്മൾ ഒരു സാധനം ഊരി പുറത്തെടുത്തിട്ടില്ല. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഊരിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമുക്ക് പാടല്ലേ ദൂരെ? എത്ര വർഷമായിട്ട് അത് സിറ്റ് ആയിട്ടിരിക്കുന്നതാണ് സത്യം. ആ എഞ്ചിൻ 2003 ഈ പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങൾ ആവേശമില്ലാത്ത പമ്പാ. ഈ മറ്റേ പമ്പ് ഇച്ചും കൂടെ പവർ കൂടുതൽ കിട്ടും, സ്പീഡ് കിട്ടും. അത് ബോഷല്ലേ? പക്ഷെ ഈ പുക കിട്ടൂല. പുക ബഹളമൊന്നും ഉണ്ടാവില്ല. ഇത് ഊരി കഴിയുമ്പോൾ അറിയാം ഇതിന്റെ കംപ്ലൈന്റ് തന്നെ. ഇത് ബ്ലോക്ക് ഉണ്ടോ അതുണ്ടോ? അല്ലടാ ഇത് ഊരി കഴിയുമ്പോൾ ഇതിന് ബ്ലോക്ക് ഉണ്ടോ അതുണ്ടോ ഇതൊന്നൊക്കെ എല്ലാം അറിയാമല്ലടാ. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അറിയാം. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. എന്തെങ്കിലും ഒന്ന് കഴിക്കണം ഗൈസ്. വിശക്കാൻ തുടങ്ങി ഗൈസ്. നോക്കൂ, അതായത് നമ്മുടെ പമ്പിന്റെ ഒരു സാധനം. മോനെ ഇതിന് എന്നാടാ പേര് പറയുന്നത്? ലൈൻ. ഇത് പമ്പിന്റെ ലൈനാണ് സുഹൃത്തുക്കളെ. ഇതാണ് പമ്പിന്റെ ലൈനെ സൂചിപ്പിക്കുന്നത്. ഈ ലൈനുകളിൽ ബ്ലോക്ക് ഉണ്ടോ? മണ്ണെണ്ണയുടെ മണം കേട്ടോടാ. ഊതിക്കഴിഞ്ഞാൽ അറിയാം. ഡീസലിന്റെ മണമേ അല്ല. ഇത്ര അതിപ്പോ ഫടാഫട്ട് എത്ര സമയം എടുക്കട്ടോ കൂട്ടാ മൊത്തം ഊരി വരുമ്പോ? 1 മണിക്കൂർ എടുക്കും അല്ലേ? ആ സമയം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. നീയും കഴിച്ചിട്ടോടാ. നീ വരുന്ന ഞങ്ങളുടെ കൂട്ടത്തില് കഴിക്കാൻ. നീ വരുവാണെ കഞ്ഞി മേടിച്ചു തരാടാ. വാ എന്നാ കഴിച്ചു.
ഇനി നിന്നെ നമ്മൾ ശല്യപ്പെടുത്തില്ല, നിന്റെ പണിയെ നമ്മളെ ബാധിക്കുന്നില്ല. അതായത് ഇവൻ്റെ മുതലാളി ഇവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നതാണ്. പുള്ളി ഇപ്പം വരും. മുതലാളി വിട്ടു, രാവിലെ വന്നാ. പാവമുണ്ട് കേട്ടോ. പാവം, നല്ലൊരു മനുഷ്യൻ. അയാള് നമ്മളെ വണ്ടി പണിത് തരാം എന്ന് പറഞ്ഞ് മിനുവിനോടും തുമ്പിയോടും എല്ലാവരും പറഞ്ഞു. പിന്നെ ഞാൻ നോക്കാതെ ഇവിടം വരെ വന്നല്ലേ, എന്നാൽ പണിതാക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പം എറണാകുളത്ത് അവിടെ കൊണ്ടുപോയിട്ട് എറണാകുളത്തും ഒരു ചേട്ടൻ പണിത് തരാമെന്ന് പറഞ്ഞാണ്. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ കിടക്കണ്ടല്ലോ. ഇപ്പോൾ ഇതാ ആവലാതി വേണ്ട. പാച്ചൻ എന്താണ് പറയുന്നത് അത് നമ്മൾ അംഗീകരിക്കുക. ഡോക്ടർ എന്ത് പറയുന്നു ആ മരുന്ന് മേടിക്കുക. ആ തട്ടരുത് കേട്ടോ. പടുത തട്ടല്ലേ, ഒറ്റ കത്തായിരിക്കും. അതിന് സ്റ്റീലായതുകൊണ്ട് പഴുക്കും. ഇത് ശരിക്കും സൗണ്ട് അവിടെ നിന്ന് ചെളിയാക്കാതെ പിന്നെ കയ്യേല് ഗൈസ്. അതായത് ഇത് ശരിക്കും സൗണ്ട് ഉണ്ടാക്കണം, അങ്ങനെയുള്ള പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. അവിടെയുള്ള ആ സൈലൻസർ നമ്മൾ വെള്ളം കയറും. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ എയർ ഇരിക്കുന്നത് ഇവിടെയാണ്. നോക്കിയേ, ഇതിൻ്റെ എയറും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്നാ അത് നമുക്ക് നെറ്റ് അടിക്കാം. അവിടെ അടിക്കാനാ? അവിടെ അടിക്കാനാ? അപ്പുറം അതേപോലെ തന്നെ ചെയ്യാനാ? ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പിടുത്ത തരില്ലേ. ഇതിപ്പോ ക്യാമ്പ് പൊക്കണം. എനിക്ക് അല്ല ഞാൻ സംശയിക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ഒരു ഇത് അടിച്ചാൽ പോരെ? സപ്പോർട്ട് അതല്ല ഇല്ലാണല്ലോ. ഇവിടെ കൊടുക്കാനുള്ള ഗ്യാപ്പില്ലല്ലോ ഇവിടെ. അല്ല ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ സംസാരിച്ചോണ്ടിരിക്കുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് സപ്പോർട്ട് ഉണ്ടാവൂലേ ഇങ്ങനെ വരാൻ നേരത്ത്? ഇവിടുന്നാണ് ഇങ്ങനെ വരുന്നെങ്കിൽ ചെറിയ ഓൾറെഡി ഇവിടെ ക്യാമ്പ് അവിടെ വൈ പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഔട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പാച്ചൻ പറഞ്ഞത് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. ആണോ പാച്ച? പാച്ച ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചേ. എന്നാ വേണ്ട, ഡാഡി ഗിരിജിയോ മറ്റേ എന്നാ വേണ്ട, ജവാനോ അല്ലേ? അതിൽ ചാത്തന ഏതാ ഉള്ളത്? അതിലും വില കുറഞ്ഞ ഏതാ ഉള്ളത്? ജവാനിലും താഴെ അല്ലേ? ആണോ? ആ എന്നാ നല്ലതായിരിക്കും. ചേട്ടാ ഉള്ളിക്കൂടെ എടുക്കുന്ന കാണാൻ രസം. ഒന്ന് ചേട്ടാ ഒന്ന് ഇരുത്തി ചിന്തിക്കുക ചേട്ടാ. ഇപ്പൊ ചെറിയ സാധനങ്ങളൊക്കെ ഊരി മാറ്റാം. ഇപ്പൊ ഇത് മാറ്റാം ചേട്ടാ. ചേട്ടാ ഈ പുള്ളി കുറെ കിടന്നുറങ്ങി. ഇനി ഉറങ്ങാൻ സമയമില്ല, ഇനി പറ്റത്തില്ല. ചെറിയ സാധനമൊക്കെ ഊരി മാറ്റുന്ന സാധനം മാറ്റി. അല്ല പിന്നെ ഇങ്ങനെ ഈ ബോഡിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങനെ അത് പറ്റൂലല്ലേ? ഇതാണ് ഇവിടുത്തെ മാനേജർ കേട്ടോ. പുള്ള ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫോണുകൾ അറ്റൻഡ് ചെയ്യുക. കല്യാണമാണ് പക്ഷെ ആരും വിളിക്കുന്നില്ല. ഞാൻ കണ്ട് ആ എടാ എന്റെ കല്യാണം നീ പക്ഷെ വരണ്ട കേട്ടോ. അത് അവനോട് ആദ്യം പറഞ്ഞത്. ആണോ? ഹാഫ് ഡേ ശാപം കിട്ടും കേട്ടോ അല്ലേ? അയ്യോ കല്യാണം ഗുരുവായൂരാ, ഉച്ചവരെ ലീവ്. പിന്നെ അവിടെ വണ്ടി ഓടിച്ച് കഴിയുമ്പോ രാത്രിയാവുമല്ലോ. എല്ലാം കറക്റ്റ് ആയില്ലേ? പാച്ച എങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാ പാച്ച. പാച്ച ചേട്ടാ ഒന്ന് ചിന്തിക്കുക ചേട്ടാ. ഇവിടുന്ന് വണ്ണം കുറച്ച് 2 കൊണ്ടുവന്നിട്ട് മേളിൽ മാത്രം വലുത് കൊടുത്താൽ പോരെ? അതിന്റെ ആവശ്യമുള്ളൂ. അല്ല ചേട്ടാ, എവിടുന്നേലും ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി വലുതാക്കിയാ പോരെ? കാണുന്നിടത്ത് മാത്രം. പൈപ്പ് ഇവിടുന്ന് വരുന്നില്ലെങ്കിൽ ആ അപ്പൊ അത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ നിക്കത്തുള്ളൂ. അത് കാണാൻ ലുക്ക് ഉണ്ടാവുമല്ലോ. കാണാൻ ലുക്കിന്റെ അല്ല, നമുക്ക് അറിയാതെങ്ങാനും ആരും എന്നാ പിന്നെ സുഖമാണെന്ന് വെച്ചാൽ കൈ പൊള്ളി, പിന്നെ അവന്റെ സങ്കടം കാരണം പടുത മുട്ടാൻ പാടില്ല. പിന്നെ ആരെങ്കിലും അറിയാതെ ചാരി എന്ന് കഴിഞ്ഞാൽ അവരുടെ കാര്യം അത് ചെയ്യാൻ പാടില്ല. പാച്ച ഇതിലും വലിയ മാല നമുക്ക് മേടിക്കണം പാച്ച. ചിന്തിക്ക് പാച്ച. 2.5 കൊടുക്കുക. ഈ 2.5 കുറച്ച് വിട്ടിട്ട് ഈ പൈപ്പ് മുട്ടാതെ കവറിങ് പോലെ കൊടുക്കുക. വലിയ പൈപ്പ് നെറ്റ് അല്ല, കവറിങ് പോലെ വേറെ പൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇത് മുട്ടിയാലും ആരുടെ കൊള്ളത്തും ഇല്ല. നല്ല പഴുക്കും കേട്ടോ. അതായത് പാച്ചനും മനുവും തമ്മിൽ സംസാരിച്ചു. ഇതാണ് ഏകദേശം ഇതേപോലത്തെ ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ വെക്കുന്നത്. ഏകദേശം ഏതാ? SS304 ഗ്രേഡ് ഇതാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അവർ പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ തൊട്ടപ്പുറത്ത് പമ്പ് വരുന്നിടത്ത് പോവാണ്. പമ്പ് പയ്യന് ഊരിക്കൊണ്ടിരിക്കുകയാണ്. നിപ്പിൽ അവൻ ഊരി കയറ്റി കേട്ടോ. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പമ്പ് ഊരുകയാണ്. പൂരി എടുക്കൂടെ പുറത്തോട്ട്? നോസില് കുട്ടാ എടുക്കുവോ? അപ്പം നീ പമ്പൂരി എന്ന് പറഞ്ഞേ? നോസിൽ എന്ത് സമയം എടുക്കൂലേടാ? നോസിലിപ്പോൾ കിട്ടാൻ പാടായിരിക്കും.
ഉരുമനോട് പറയണ്ടടാ, ഞാൻ വരാം. പമ്പിൻ്റെ പണി അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നായിട്ട്. ഇന്ന ഇതൊന്നുമില്ല. ഏതായിരിക്കും അണ്ണാ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് നല്ല എങ്ങനെ വരുന്നതായിരിക്കും? ഇത് വേണ്ടപ്പാ, ഉള്ളിക്കൂടെ തന്നെ മതി. ഉള്ളിക്കൂടെ അത് ഇതൊരു ബേസ് ഉണ്ടല്ലോ ഓൾറെഡി, ഇതിനോട് സപ്പോർട്ട് ചെയ്ത് കയറ്റി വിട്ടാൽ മതി. ഉള്ളിക്കട്ട തന്നെ ഒരു അങ്ങോട്ട് ജോയിന്റ് വിട്ടിട്ട് അവിടെ രണ്ടെണ്ണാക്കാം. അടുക്കുന്നു, അതാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് ചേർത്ത് വെച്ചാൽ മതി. ഇവിടെ ഓൾറെഡി ബേസ് ഉണ്ടല്ലോ, ഇതാ ഒരു ബേസ് ഇവിടെ ഉണ്ട്, ഒരു ബേസ് അവിടെ ഉണ്ട്. അല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി. അത് കാണാൻ ഭംഗിയായിരിക്കും ചേട്ടാ. മറ്റേ നമ്മൾ ഏച്ചി കെട്ടി പോലെ ആയിപ്പോയി അല്ലേ? ശരിക്കും പറയണല്ലോ, സൈഡ് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. നടുക്കൂന്ന് കൊടുക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ചർച്ച വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. പാച്ചനോട് അളവെടുക്കാൻ പറഞ്ഞു, പാച്ചൻ അളവെടുക്കുവാണ്. എന്നാ മനോഹരന്റെ കൈയൊക്കെ പോകുന്നത് ഒന്നുകൂടെ കാണിച്ച മനോഹരൻ. മറ്റേ ഈ ഡയറക്ടർമാർക്ക് പോലെ ഫ്രെയിമിങ് വെച്ചിട്ട് അളവെടുത്തു അല്ലേ ഡയറക്ടർമാർ അല്ലേ? അല്ലേ പാച്ചൻ കയറി. പാച്ച, എനിക്ക് ഒന്നേ പറയുള്ളൂ, മാല എവിടെയും കൊടുങ്ങില്ലേ? നീ വേറെ കുടിക്കാൻ ഞങ്ങൾ തരൂല്ലോ കേട്ടോ. അതേ സമയത്ത് പമ്പിന്റെ പണി ഇവിടെ നടക്കും കേട്ടോ. അതേ പാവം ആ ചെറുക്കൻ പടാപ്പാട്ട് പണി നടത്തിക്കൊണ്ട്. ചേട്ടാ അവന് ഇച്ചിരി 10 രൂപ കൂട്ടി കൊടുക്കും, 100 രൂപ ശമ്പളം കൂട്ടി കൊടുക്കും. അവൻ നല്ല വിശ്വസ്തനാണ് നിങ്ങളുടെ, നല്ല പണിക്കാരൻ. അവൻ നല്ല ആത്മാർത്ഥുണ്ട്, 100 രൂപ കൂട്ടി കൊടുക്കാന്. നിങ്ങൾ പോയിട്ട് അവൻ 5 മിനിറ്റ് ഇരുന്നിട്ട് പോലും ഇല്ല. പടാപ്പാട്ട് പരിപാടി. ഞാൻ ഇവിടെ ചോറ് ഞാൻ വരുന്ന ചോദിച്ചു, വരുന്നില്ല എന്നാ പറഞ്ഞത്. എന്തി നിങ്ങൾ എത്ര പേരാ മൊത്തം അവിടെ? 3 പേര്. ആത്മാർത്ഥമുള്ള ഇതാണോ ഇതിന്റെ പേരെന്നാ? ഓ ഇതാണല്ലേ നമ്മുടെ. എൻ്റെ ദൈവമേ, നോക്കണം ചേട്ടാ, നോക്കട്ടെ, ഇത് പിടിച്ചേട്ടെ, നോക്കിയേ കരി 1x ഇടൂ. കരി ഇത്ര വർഷമായില്ലേ ചേട്ടാ? മേഡ് ഇൻ ഇന്ത്യ. ബോഷാ, മിക്കോ ബോഷ് എന്നാ? മൈക്കോ ബോഷ്. ഇപ്പൊ മറ്റേ റാണയായിരുന്നു പണ്ട് വന്ന ഫീറും ബോക്സ്. ഇപ്പൊ അല്ല ആദ്യം സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ എൻ്റെ ഒരു അറിവ് കഴിച്ച് 2000-ന് ബേക്കോട്ട് ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമേ ഈ സാധനങ്ങൾ ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്ത്യൻ കമ്പനിയായിട്ട് വിദേശ കമ്പനി പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അത് ശേഷം ചേട്ടാ ഇത് എത്ര ഉണ്ടാവും? 6 എണ്ണം അല്ലേ? അല്ല ഈ സാധനം 6 ഉണ്ടാവില്ല. 6 സിലിണ്ടർ. നോക്കിയേ തന്നെ സാധനം എന്ന് ഓർത്തിട്ടാ. ഓഹ് നോസിൽ. ദിസ് ഈസ് എ ഇഞ്ചക്ടർ. ഇതൊന്നും കംപ്ലൈന്റ് ഉണ്ടോ? എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഊണ് വെച്ചിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാമല്ലേ? വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല, അതുകൊണ്ട്. ഇനി എത്ര ഊര ഉണ്ടാ? ഞാൻ ഊണ് വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞേ. ഓടി വരാം കേട്ടോ, ഓടി വരാം. അത് എന്റെ പോവാളേ. എന്നാ ഒരുമിച്ചു നിങ്ങളെന്താ കഴിക്കുന്നത്? അല്ല നിങ്ങൾ വീട്ടിൽ പോയി കഴിക്കാനാ? 10 രൂപ ഹോട്ടലിന് പോലും കൊടുക്കല്ലേ കേട്ടോ. കേട്ടോ മനു പോവാൻ കഴിക്കാം. എൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് ആവശ്യമായ പൈപ്പ് മറ്റ് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതെടുക്കാനാണ് പോകുന്നത്. എന്നൊക്കെ വേണ്ട മനു? നമുക്ക് കുറച്ച് ബെൻഡും പൈപ്പും. നമുക്ക് ഓൾറെഡി കുറച്ച് പൈപ്പില്ല ഇവിടെ, അപ്പോൾ ഇനി കുറച്ച് പൈപ്പ് എടുക്കണുള്ളൂ. അതെടുത്ത് കഴിഞ്ഞാൽ പാച്ചൻ ഇന്ന് പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഇന്ന് പാച്ചൻ അടിക്കുമോ? അല്ലേ? അതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ നേരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേരെ ഫ്രണ്ടിലേക്ക്. നമ്മൾ ചങ്ങനാശ്ശേരി പോയി പൈപ്പ് എടുക്കുന്നത്. ഓ കുരിശുമൂട് പോയി പൈപ്പ് എടുക്കുന്നത്. ഓക്കെ, എത്ര നമ്മൾ എടുക്കുന്ന പൈപ്പ്? സ്റ്റീലാട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. എന്നാ നമ്മൾ എടുക്കുന്ന ക്വാളിറ്റിയുടെ പേരെന്നാ? എന്നാ പേരെന്നാ? SS 304. 3. ലിവിനെ ഇങ്ങ് വേണ്ട, ലിവിനെ ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. നമുക്കിത് വേണ്ട കേട്ടോ, നമുക്കിത് വേണ്ട. അല്ല ഇതാന്ന് ഇതേപോലത്തെ സാധനങ്ങൾ ഇതേപോലത്തെ. എടാ നമ്മളെ എല്ലാടെ ഫ്രണ്ട് അടിക്കുക. മേലടിക്കാം മനു. നമ്മൾ ഫ്രണ്ട് അടിക്കുന്നത് എന്നാ വെച്ചാ? ഫ്രണ്ട് മറ്റേ ബെൻഡ് ചെയ്തടിക്കുന്നത് എന്നാ വെച്ചാ? ഇതാ ഞാൻ ഉദ്ദേശിച്ച സാധനം കേട്ടോ. ഇതേപോലെ പക്ഷെ ഇങ്ങനെയല്ല വരണ്ടേ, ഇങ്ങനെ എല്ല് വന്ന് ഇവിടെ നിൽക്കണം. ഇതേപോലെ എല്ല് വന്ന് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അത് സരി. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ അല്ലേ ചേച്ചി? ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ അല്ലേ? പിന്നെന്നാ? മറ്റേ ഇത് ഹാൻഡിക്യാപ്ഡ് ടോയ്ലറ്റ്. അപ്പം നമുക്ക് കാര്യങ്ങൾ ഓരോന്ന് നടത്തിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് അതും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലണം.
അങ്ങോട്ട് ചെന്നതിന് ശേഷം വേണം പാത്തിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ. ഇനിയും വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോമഡി എന്ന് പറയാം, അതിൻ്റെ ഫ്രണ്ടിൽ വേറെ 2-3 വല പിടിച്ചിട്ടുണ്ട്, അത് ചെയ്യാം. അതൊക്കെ നമ്മൾ സാധാരണ ജീപ്പിലില്ല, മറ്റു സാധനമൊക്കെ അടിക്കുന്നത്. സാധാ ലൈറ്റ് പഠിക്കുന്ന സ്ഥലത്തോട്ട് വിടും. അത് കഴിഞ്ഞാൽ ടാക്സി വിളി അങ്ങോട്ട് പോട്ടെ. ദൈവമേ, ഒരു 2-3 ദിവസം കൊണ്ട് പോകാൻ പറ്റിയത്, എന്നിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. തിരുവനന്തപുരമാ? എൻ്റെ കുടുംബം ഇവിടെ ചങ്ങനാശ്ശേരിയാ, വെട്ടിത്തുരുത്ത്. അവരുടെ വീട്ടുകാരെന്ന് ചോദിച്ചാലോ, ഞങ്ങൾ ഇവിടുന്ന് അപ്പനായിട്ട് പോയതാണ്, കണ്ണൂർക്ക് പോയത്. ഈ കൂടിൻ്റെ അകത്ത് കിടക്കുന്ന ഈ സാധനത്തിന് 8500 രൂപ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആലോചിച്ച് നോക്കണം ഇതിൻ്റെ വില, നമ്മളൊന്ന് ആലോചിക്കണം ഇതിൻ്റെയൊക്കെ വില പോയ പോക്ക്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സ്റ്റീല് മാത്രമേ ഉള്ളൂ ചേട്ടാ, സ്റ്റീലും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓ, ഇതാണ് നമ്മൾ അടിക്കുന്നത്. ഇത് ഇത്ര ഉള്ളോ? ബാക്കിയോ? ഇത് വേറെ ചേച്ചിനെ പിടിച്ചില്ല, ചേച്ചിനെ പിടിക്കണോ? ആ, നാളെ കഴിഞ്ഞ് ഓ പിന്നെ ഇപ്പം തരും ഞാൻ 500 രൂപയിലും കുറയ്ക്കാത്ത കട പിടിച്ചോളാൻ. 500 രൂപ മിനിമം. ഇത് ഫ്രീ ആയിട്ട് തരണ ഞങ്ങൾക്ക്. ബാഗാ പുറത്ത് വെച്ചോ. നീ ഇവിടെ നടക്കൂ. വേണ്ട ചേച്ചി, നമ്മൾ ഫോട്ടോ എടുക്കണ്ട. ചേച്ചി, ഞങ്ങൾ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട. ആൾക്കാർ ചോദിക്കും എന്തിനാ അമ്മമാർ ഇവിടെ കയറ്റിയെന്ന്. വേണ്ട ചേച്ചി. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വീണ്ടും വണ്ടി എടുത്തെത്തി. ഒരു വശത്ത് പാച്ചനുണ്ട്. പാച്ചൻ്റെതായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ സൈലൻസർ ഊരിയെടുക്കാനുള്ള പരിപാടികളും സംഭവങ്ങളും നടത്തുന്നു. അതേ സമയത്ത് നമ്മുടെ ഇഞ്ചക്ടർ നമ്മുടെ ഇഞ്ചക്ടർ ചേട്ടന്മാർ ഇഞ്ചക്ടർ അടിക്കാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെന്നാ മെഷീനായിട്ടാ ചേട്ടാ? ഇതെന്ത് മെഷീനാ? ൂജിനോ എന്നാ? ഇതിനെന്നാ പ്രത്യേകത? ആ, എക്സ്പെൻസീവാ? എത്ര രൂപ ഉണ്ട് യൂണിറ്റിന്? 1,00,000 രൂപയോ? ഗ്യാസ് ബിൽഡിംഗ് അല്ലേ ഇത്? മറ്റേ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഞാൻ നമ്മുടെ ചേട്ടനോട് ആത്മാർത്ഥയായിട്ട് നമ്മുടെ പമ്പ് അടിച്ചോണ്ടിരിപ്പുണ്ട്. പുള്ളി എന്നാ പറയുക, ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. രാവിലെ മുതൽ ചേട്ടൻ വന്ന് ഊരാൻ വേണ്ടി നോക്കുമ്പോൾ ക്യാബിൻ പൊങ്ങുന്നില്ലായിരുന്നു. ഇപ്പോൾ ഓരോന്നായിട്ട് ചേട്ടൻ ചെയ്തോണ്ടിരിക്കുക. ചേട്ടാ ഇപ്പം എന്നൊക്കെ ചെയ്യുന്നത് ചേട്ടാ? ഇച്ചിരി ഉറക്കത്തിൽ പറഞ്ഞാൽ നാട്ടുകാർ കേൾക്കും. ഇല്ല, നിങ്ങൾ മാത്രം കേൾക്കും. ഇതെല്ലാം നമുക്ക് അവിടെ കൊണ്ട് ചെക്ക് ചെയ്യണ്ടേ? അതന്നെ, അവിടെ അങ്ങനെ മാത്രം അഴിച്ചു വെച്ചാക്കുന്നത്. ഇവിടെ അതാ പൊത്തു പോലെ അഴിച്ചാക്കുന്നത്. ഓ, ടൈമിങ് ശരിയാക്കിയാലും ശരിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടോ? അല്ല, ഇപ്പൊ ടൈമിംഗ് ഉണ്ടായിരുന്നു അടിക്കാൻ നേരത്ത്? അല്ല, വെക്കണം നമ്മൾ. ഇനി വെക്കണം. ഇതിന് ടൈമിംഗ് ഉണ്ടായിരുന്നൊന്നും അറിയാൻ പറ്റൂല. ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചത്. അല്ല ഏട്ടാ, ഇതിന്റെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നോ? അങ്ങനെ അറിയാൻ പറ്റില്ല. ഇല്ല, നമ്മളാ മറ്റേ സാധനത്തിൽ വെച്ചിട്ട് നോക്കണം അല്ലേ? ചേട്ടന്റെ ഒരു ഈ പുക ഈ 2 സാധനം മാറുമ്പോഴത്തേനും 100%. പിന്നെ 100% എരിച്ചിലുണ്ടല്ലോ. നോസിൽ കണ്ടായിരുന്നോ? പിന്നെ ചേട്ടൻ ടെർബോ എടുക്കുന്നതല്ലേ, ആ ടെർബോയിൽ ചെറിയൊരു സാധനം ചെട്ടി ഇങ്ങനെ അതിന് ഇച്ചിരി വിസിൽ കൂട്ടി തരും. വിസിൽ കൂട്ടി തരും. ഇതിനിപ്പോ കാല് കൊടുത്തെടുക്കാൻ നേരത്തെ വിസിലുണ്ട്. ഇപ്പൊ തന്നെ അത് വിസില് ഇതിന്റെ ഓസ് തുറന്നു കിടക്കുന്നുണ്ട്. ഈ സൗണ്ട് കൂടും അതിന്റെ മറ്റേ സൗണ്ട് വരും ആ സൗണ്ട്. ആണോ? പിന്നെ ടെർബോ എങ്ങനെ ഉണ്ടെന്ന് നോക്കി ചെക്ക് ചെയ്ത് തരാമോ? നോക്കാം നമുക്ക്. ഇതെല്ലാം ചെറിയ പ്രോസസ് അല്ലല്ലോ. നോക്കണം അല്ലേലും. അപ്പോൾ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പമ്പിന്റെ പണി, ഇഞ്ചക്ടറിന്റെ പണി. ഇഞ്ചക്ടർ എന്ന് വെച്ചാൽ നോസിൽ എന്ത് ഊരിക്കൊണ്ട് പോയേ? ഇത് കാണിച്ചു തരാമോ? ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഊരിയെടുത്ത സാധനങ്ങൾ കേട്ടോ. അതായത് പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നു. ഇത് വേറൊന്ന്, ഇതാണ് നമ്മുടെ നോസിൽ. ഇതാ. ഓ, എല്ലാം ഒരു പാക്കറ്റിലേക്ക് മാറ്റി കേട്ടോ. എല്ലാം ബോഷിന്റെ മൈക്കാന്ന് ഊഴിയിട്ടില്ല. നിങ്ങളുടെ മോഡേൺ ബിൽഡിംഗ് ഒക്കെ അല്ലേ ഇവിടെ? ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ മനു അങ്ങനത്തെ സംഭവം. എന്നേട്ടാ പുതിയ ഫോണാ? താഴെ വീണില്ല, പോയി ഐഫോൺ. സാധാരണ നമ്മളൊക്കെ വീടാറുണ്ട്. കറക്റ്റ്, നല്ല സമയം. പാറ്റിനെ എങ്ങനെ മൂപ്പിച്ചു വിട്ടു കേട്ടോ. അല്ല
പാച്ചൻ ഇരുന്ന് പോകും. പാച്ചൻ എവിടെ? ആ പാച്ചൻ ഇവിടെ എത്തില്ല ഇവനെ. ആ പാച്ചൻ ഊരി ഇവിടെ എത്തി. ഇത് മൊത്തം ഊരി എടുക്കുമല്ലേ ചേട്ടാ? ചേട്ടാ ഇന്ന് തന്നെ കയറ്റുമോ ചേട്ടാ? ഇതെന്നാ ലോഹവാ? ഇതെന്നാ ലോഹവാ? ഇരുമ്പല്ലേ? ഇത് ഇരുമ്പാ. ഇതിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇടുന്നത്. ശരിക്കും മനു ഉദ്ദേശം എന്നറിയോ? ഇങ്ങനെ ഒരു പൈപ്പ് അടി സേഫായിട്ട് അപ്പുറത്തോട്ടും ഡോറാബുജി പോലെ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനെയൊക്കെ വന്ന് ലാസ്റ്റ് ഇങ്ങനെയായി. അതാണ് അതിൻ്റെ സംഭവം. അങ്ങോട്ട് നോക്കിയാൽ ഓരോന്നോരോന്നായിട്ട് ചേട്ടൻ ഊരാണ്. ഇവിടെ ഇത് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈപ്പ് ഊരി കൈസ് ഓരോന്നോരോന്നായിട്ട് സാധനങ്ങൾ ഊരി എടുത്തോണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം വരെ നല്ല കാലാവസ്ഥ കേട്ടോ. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ചൂടാ ഇപ്പൊ പെട്ടെന്ന് ചൂടിലോട്ട് വന്നപ്പോഴത്തേനും ഒരു ചെറിയൊരു പ്രശ്നം. മഴയല്ലായിരുന്നു. ചെറുക്കന്മാരവിടെ നിന്ന് ചറവറ പരിപാടിയായിട്ടോ ഗൈസ്. അതായത് ഇതാണ് ഇതിന്റെ കാത്തലിക് കൺവേർട്ടർ. അല്ല അങ്ങനെയല്ലേ കൺവേർട്ടർ വണ്ടിക്കില്ല. മഫ്ലർ കൺവേർട്ടർ ഉണ്ടാവില്ല ചേട്ടാ. ഇല്ല, ഇതിന് കാത്തലിക് കൺവേർട്ടർ ഉണ്ടാവില്ലോ. BS6 BS4 വണ്ടികൾക്കേ ഉള്ളൂ. പൈപ്പുകളൊക്കെ ഓരോന്നായിട്ട് നമ്മുടെ ചേട്ടൻ അഴിച്ചു നോക്കുവാണ്. ചേട്ടൻ കാറിനൊക്കെ ചേട്ടൻ ഇഷ്ടംപോലെ കേട്ടില്ല ചേട്ടാ. സ്റ്റാലിന് ആദ്യമായിട്ടല്ലേ? ആ കണ്ടോ ചേട്ടൻ്റെ ഭാഗ്യം നോക്കി. വലിയ വണ്ടി കാര്യം ചെയ്യുന്നതന്നെ. കയറിയോ? കറക്റ്റല്ലേ? കറക്റ്റ്. അങ്ങനെ പിന്നെ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു പൈപ്പേ. ഇത് എവിടെ നിന്ന് എങ്ങോട്ട് വരുന്ന? ഇവിടെ വേണേൽ ഇരിക്കാം, അത്ര വൃത്തിയാ. ഇതാണ് നമ്മുടെ ഒരു പൈപ്പ് അല്ലേ മെനു? ഇതിന് മാത്രം എത്ര രൂപ? ഒച്ചത്തി പറ. പൈപ്പിന് മാത്രം. ഇനി വീട്ടിലൊന്നും ആരും സ്റ്റീൽ പിടിയോ സ്റ്റീൽ ഇതൊന്നും വെക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. പഴയ തടിയിലേക്ക് പോകേണ്ടി വരും. എന്നാ വിലയാ? എങ്ങോട്ട് പോയി കാര്യങ്ങൾ? ഇതാണ് നമ്മൾ ഊരി മാറ്റിയ. ഇതിവിടെ തന്നെ വിറ്റിട്ട് ഇതെനിക്ക് തരണം കേട്ടോ. ഇത് എടുത്തു വെച്ചേക്കാം. ഇതെന്നെ സംബന്ധിച്ചാൽ ഇതെനിക്ക് ആവശ്യമുണ്ട്. ഈ സാധനം ഒരു പരിപാടിയുണ്ട്. ഇത് സ്റ്റീലാന്ന് തോന്നുന്നു കേട്ടോടാ. അതെ ഇത് സ്റ്റീലാ. മനുവണ്ണ ഇത് സ്റ്റീലാ. മനുവണ്ണ അത് നോക്ക് അല്ലേ? കൊട്ടി നോക്കി അറിയാമോ? കൊട്ടി നോക്കി അറിയാമോ സ്റ്റീലാണോ ഇതാണോന്ന്? കാന്തം പിടിക്കുവാണെങ്കിൽ സ്റ്റീലല്ല. ഇരുമ്പേലോ കാന്തം പിടിക്കുള്ളൂ. ഇറ്റാലോ അത്ര സ്റ്റീൽ മറ്റേ കാന്തം പിടിക്കൂല. മൈക്ക് ഇല്ല. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ സക്സസ് ആയൊരു കാര്യം പറഞ്ഞു. അപ്പം അത് ഇരുമ്പാ. അത് സംഭവങ്ങൾ ഓരോന്നോരോന്നിട്ട് നോക്കി. ഇതിൽ സ്റ്റീൽ കാന്തം പിടിക്കില്ല. ഞാൻ ആദ്യം എൻ്റെ ആദ്യത്തെ അറിവാ. നിൻ്റെയോ? ചേട്ടാ ഇതിന് ഡീസൽ ഫുൾ ടാങ്ക് ബാറ്ററി അപ്പുറം ഇപ്പൊ 24. ഗൈസ് ചേട്ടൻ വണ്ടിയുടെ അടിയിൽ ഓരോ കാര്യങ്ങൾ നോക്കുവാണ്. എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, സംഭവങ്ങളൊക്കെ നോക്കി. തട്ടരുത്. വയറ് പെട്ട കരിഞ്ഞു പോകും ചേട്ടാ. അപ്പൊ ആ സൈഡിൽ വരുന്ന ലൈൻ ഒന്ന് കൂട്ടിക്കെട്ടി ഏതെങ്കിലും സൈഡിലോട്ട് ഇട്ടോ കേട്ടോ. ആ സൈഡിലോട്ട് അല്ലാതെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ ഇലക്ട്രിക് കണക്ഷൻ ഇല്ല ചേട്ടാ. അത് ഏതെങ്കിലും സൈഡിലോട്ട് കെട്ടി വെച്ചാലേ. ആ സൈഡിലൊന്ന് മനു എന്തിയേ? മനു ഉള്ളിലോട്ട് പോയി. മെനു നോക്കാൻ പോയെന്ന് തോന്നുന്നു. രണ്ടു ദിവസമായിട്ട് മൊത്തം ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 2 കുപ്പി വെള്ളം തരുമോ? നിങ്ങൾ ദാഹജലം തരില്ലാത്ത ആളാന്നാ മനു എന്നോട് പറഞ്ഞത്. 2 കുപ്പി വെള്ളം തരുമെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ പമ്പ് വരും കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പരിപാടി. ഇത് കണ്ടോ, പമ്പ് നോസില്. ഇതാണ് ഇവിടെ മെയിനായിട്ട് പരിപാടി. ഇതാണ് നമ്മുടെ മെയിൻ. ഞാൻ ആദ്യമായിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു ബെൽഡിംഗ് മെഷീൻ. മനു ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് മേടിക്കാനാ. മിസ്റ്റർ മനു ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞ. എന്ത് ചെയ്യാ? എന്ത് ബിസിനസ്സാ? ജെൻസോ അല്ലല്ലോ ലേഡീസ്. എനിക്ക് 2 ചുരിദാർ തരാമോ? കരയുന്ന കൊച്ചിനെ പാലുണ്ടാവുള്ളൂ. ആരെ കണ്ടാലും എന്തും ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് പഠിച്ചോണം. എന്താ വെച്ചാൽ ആൾക്കാരുടെ എല്ലാം പോയി ചോദിച്ചാൽ ചെവിക്കൽ അടിച്ച് പൊളിക്കും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച ശേഷം വേണം പോയി ചോദിക്കാൻ വേണ്ടി. ചേട്ടനത് ചിന്തിച്ച് ഇനി എന്നാ ചിന്തിക്കണ്ടേ? ഊരിയില്ലോ. അന്നാ ഇനി ബാക്കി എന്താ കിട്ടാനുള്ള എന്ത് സാധനം കിട്ടാൻ? മേലിലേക്ക് വന്ന് പോയവര് അന്ന് ചേട്ടാ ആ ഫ്രണ്ട് ബോണറ്റ് ഇത് ഇല്ല ഊരി വെക്കുക ചേട്ടാ. വേണ്ട, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ല ചേട്ടാ ഊരിക്കും. അത് ഊരി കഴിഞ്ഞാൽ ചേട്ടൻ ഇത് പണിത് കഴിഞ്ഞാൽ ചേട്ടൻ ഇന്ന് അഭിമാനിക്കാം. ആ പണിത് വിട്ട വണ്ടി എൻ്റെ ആണെന്ന്.
ദേ ഈ സാധനം ഇല്ല ആദ്യം ജസ്റ്റ് ഇവിടുന്ന് ചേട്ടൻ നോക്കൂ ചേട്ടാ ഇവിടെ ഫോട്ടോ എടുത്തു കണക്ഷൻ നോക്കൂ എൻ്റെ ഫോട്ടോ എടുത്ത് നോക്കൂ ഇവന്മാർ ഇത് എങ്ങനെയാണ് കൊടുത്തതെന്നുള്ളതാണ് ഈ 2 കണക്ഷൻ ദേ അവിടെ ഉണ്ട് ഇത് വേണ്ട നമുക്ക് ഇതങ്ങ് ഊരിയാൽ പോരെ ഇത് ഊരി ഇവിടെ അങ്ങ് തൂക്കിയിട്ടാ ഇതങ്ങ് ഊരി ചേട്ടാ കണക്ഷൻ അടിക്കുക ഇതങ്ങ് ഊരി ചേട്ടാ ചേട്ടാ ഈ സാധനം അങ്ങ് ഊര് ഏത് ലൈറ്റ് അങ്ങ് ഊരി ഇവിടെ തന്നെ വെച്ചേരെ ഈ സാധനം ഇത് ഊരാൻ പോവാ കേട്ടോ മനു നമ്പർ പ്ലേറ്റിന് ഓർഡർ കൊടുക്കുക വേണ്ടല്ലേ നമുക്ക് പിറ്റേ ദിവസം പറഞ്ഞാൽ രാവിലെ പറഞ്ഞാൽ വൈകിട്ട് കിട്ടുമല്ലോ ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം പറയേണ്ട കാര്യമില്ല നമ്പർ പ്ലേറ്റ് ഓർഡർ ആണ് ഈ നമ്പർ പ്ലേറ്റ് നമുക്ക് ഇവിടം വരെ വരുന്നുള്ളൂ മൊത്തത്തിൽ ഒരു പ്ലേറ്റ് അടിച്ച് ഇവിടെ അങ്ങനെ വെക്കുന്നു ഇത്ര വരുന്നുള്ളൂ മൊത്തത്തിൽ ബാക്കിയെല്ലാം നമ്മുടെ വേറെ രീതിയാണല്ലോ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം പിന്നെ നിങ്ങൾ എന്നാ പറഞ്ഞാൽ നീ എത്ര എണ്ണം പറഞ്ഞാൽ നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കി നീ കൂട്ടി നോക്കടാ 1 2 3 12 എണ്ണം വന്നാൽ പോലും തികയില്ല ഇല്ല മനു എൻ്റെ മനു ഹോട്ടലിൽ പോയി മെനു നോക്കിയാൽ പോരെ ഇതും കൂടി ഒന്ന് നോക്ക് ഓ സോറി ഇയാൾക്ക് ഇവിടെ ഇച്ചിരി വിലയുള്ള അപ്പോൾ സ്റ്റാൻഡേർഡ് മിസ്റ്റർ നാണു പമ്പുകാരൻ എന്തിയെ പാവം അയാളെ കുടുങ്ങിപ്പോയ കേട്ടോ കാരണം ഇത് വാക്മാൻ്റെ കാലത്ത് മുമ്പ് ഉള്ളതാണല്ലോ ജർമ്മനിയിലെ സായിപ്പ് കണ്ടുപിടിച്ചപ്പം പുള്ളി വെച്ച് മറന്നുപോയ സാധനങ്ങൾ വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ ചേട്ടാ നീ എന്നാടാ കുത്തിപ്പൊളിക്കുന്നത് ചേട്ടാ ഇതിനകത്ത് RPM മീറ്റർ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ RPM മീറ്റർ വേണം ഞാൻ മേടിച്ചു തരാം സെറ്റാക്കി തന്നാൽ മതി മേടിച്ച ഈ വണ്ടിക്ക് RPM മീറ്റർ ഇല്ല ഈ പമ്പിൽ നിന്നോ ഡൈനാമേന്നോ അവിടെ നിന്ന് എടുക്കുന്നു ഡൈനാമേന്ന് എടുക്കുന്നത് അത് ആര് അറിയാവുന്ന ആരോ ഗൈസ് നോക്കൂ അതായത് നമ്മൾ ഓരോന്നായിട്ട് സാധനങ്ങൾ പിന്നെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബമ്പർ മറ്റ് സംഭവങ്ങളോ കാര്യങ്ങളോ ഓരോന്നായിട്ട് ഇതിനെ അഴിച്ച് താഴെ വെച്ചാലാണ് നമ്മൾ അടുത്ത ബുദ്ധി പുള്ളിക്ക് ഉപദേശിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചേട്ടാ അത് നമുക്ക് സിമ്പിൾ അല്ലേ ചേട്ടാ ഫ്രണ്ടിലെ സാധനം കവർ ചെയ്യാന്നുള്ളത് സ്റ്റീൽ വെക്കണ്ടല്ലോ കേട്ടില്ലേ വില സ്റ്റീലുണ്ട് കേട്ടില്ലേ വല്ല സിൽവർ പെയിന്റ് എല്ലാം പൂശിയാ പോരെ സ്റ്റീൽ വേണ്ട എന്താണോ സ്റ്റീലിന്റെ പൈസ സാധനം വേണ്ടി എത്ര പൈസ സ്റ്റീൽ കനി ഉണ്ടായി നമ്മൾ ആരായനെ വാങ്ങാൻ പോകുന്നുള്ളൂ ബാക്കി ഓരോന്നായിട്ട് അഴിച്ചോണ്ടിരിക്കുക ചേട്ടാ ഇത് അവസാനം ഒരു 250 കിലോ വെയിറ്റ് ഉണ്ട് ഈ സാധനം വെയിറ്റ് നമ്മൾ വണ്ടിയുടെ പരമാവധി കുറയ്ക്കണം വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് കൂടും അതിനുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും കാര്യങ്ങൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഏകദേശം എത്ര സമയം കൊണ്ട് നിങ്ങൾ പമ്പ് വരും ചേട്ടാ അതിനകത്തിരിക്കുന്നത് സെറ്റ് ചെയ്യുന്ന എന്നാ ഓ അത് മറ്റേ ഗിയറിൻ്റെ അല്ലേ ശരിയാക്കും ഇപ്പോൾ ടൈമിങ് ടൈമിങ് ശരിയായാലും ഇവിടെ ശരിയാവുള്ളൂ പമ്പ് ഇതാണ് പമ്പ് ചേട്ടൻ പറഞ്ഞ ഇത് ഏറ്റവും പഴയ പമ്പായി പമ്പ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിന് വലിവുണ്ടാവില്ല ഒരു 30 വർഷം മുമ്പുള്ള ടെക്നോളജി അല്ലേ ചേട്ടാ അല്ലേ 30 ആദ്യത്തെ ഹെവി വെഹിക്കിൾസിന് അത് കഴിഞ്ഞാണ് പിന്നെ ഈ പുതിയ പമ്പിന് നിന്ന് പ്രത്യേകം ഫ്യൂവൽ എഫിഷ്യൻസി പവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം അടുത്ത പ്രാവശ്യം വെള്ളത്തിൽ ഇറക്കാൻ പറ്റൂല്ലോ വെള്ളത്തിൽ ഇറക്കാൻ അല്ല ഞാൻ ചേട്ടൻ വെച്ചിരുന്ന പമ്പിലും വെള്ളത്തിൽ ഇറക്കാമല്ലോ അല്ല ഒന്നുമില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരും വണ്ടി വീണ്ടും നിങ്ങളുടെ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിൽ വണ്ടി ഇത് സെയിം സാധനം ഇത് ഗവർണർ വേറെ RQ ടൈപ്പ് ഇത് വേറെ ടൈപ്പ് നമ്മൾ മാനുവൽ ടൈപ്പ് വേറെ ടൈപ്പ് ഓക്കെ നമുക്ക് എന്തായാലും ഇതൊന്ന് ഊരി കഴിഞ്ഞ് ചേട്ടൻ്റെ അവിടെ ചെല്ലാന്നെല്ലാം കറക്റ്റ് മനസ്സിലാവല്ലോ ചേട്ടനെ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പോലും ഇല്ലാതെ ഒരു ആത്മാർത്ഥത അല്ല പിഷിലടി ചേട്ടൻ കണ്ടുപിടിച്ചു അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് തോന്നിയില്ല പിന്നെ പിഷടിക്കുന്ന നോക്കിയിട്ട് ഒരു പൈപ്പ് നോക്കായിരുന്നു അല്ലേ എന്തായാലും കാര്യങ്ങൾ ഓരോന്നായിട്ട് നടക്കട്ടെ ഇവിടെ ഓരോന്നായിട്ട് ഊരട്ടെ അതേസമയത്ത് തന്നെ പാച്ചഞ്ചേട്ടൻ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ പരിപാടി കഴിയാതെ അവർക്ക് വെൽഡ് ചെയ്യാനോ മറ്റു സാധനങ്ങളൊന്നും പറ്റത്തില്ല കേട്ടോ പരമാവധി ഇന്ന് ഒതുക്കാന്നാ പറഞ്ഞത് പാച്ചഞ്ചേട്ടാ ഇന്ന് പരമാവധി ഒതുക്കൂലേ ഇവിടുന്ന് 2 ഇതടിച്ചത് നാളെ പരിപാടി തീരും പിന്നെ ആ കാണുന്ന ഇത് കണ്ടോ ഫ്രണ്ടിലെ കാരിയർ ഫ്രണ്ടിലെ ഗാർഡ് അത് നൂരി എടുത്തിട്ട് ഒന്ന് ലെവലാക്കി തരുമോ വളഞ്ഞും തിരിഞ്ഞു അവിടെ മാത്രം ഒരു പട്ട അടിച്ചു തരും കേട്ടോ ഒരു പട്ട സ്കോറിൽ എവിടെയാടാ അവിടെ എന്തിനാ മറ്റേ ഇത് മനസ്സിലായില്ല ഇങ്ങനെ ഇത് ഫുള്ള് കവർ ചെയ്യാന്ന പോലെ അത് വേണ്ടപ്പാ വരവരവായിട്ട് നിൽക്കുന്ന എപ്പോഴും നല്ല പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഒന്നും പോകില്ല ചെളി കയറിയ പോകില്ല അങ്ങനെ കിടക്കും നമ്മൾ ശ്രദ്ധിക്കൂല നോക്കൂ ഫൈനലി നമ്മുടെ വണ്ടിയിലെ ഫ്രണ്ട് ബമ്പർ അയക്കാൻ 2 സാധനം ഒരേ സമയത്ത് പോരാൻ വേണ്ടി ചേട്ടാ അവിടെ ഇത്ര സമയം തരണേ ഇവിടെ ഒന്ന് ഊരിട്ട് അങ്ങോട്ട് വരാമേ അതായത് നമ്മളിവിടുത്തെ ഫ്രണ്ട് ബമ്പർ ഊരാൻ വേണ്ടി പോവാണ്
ഇതും കൂടെ കൂടിയത് എനിക്ക് വന്നില്ല 8ാമത്തെ പ്രാവശ്യം ഊരുന്നു. സത്യം കേട്ടോ, എത്ര ഒരു ഇരിപ്പില്ലാത്തൊരു ബമ്പറാണ്. ബമ്പർ നമ്മളെടുത്ത് മാറ്റുക, അതിലേക്ക് എടുത്ത് നോക്കുക കേട്ടോ. ഭയങ്കര വെയിറ്റ് ആണ്. ഒരു 100 കിലോയെങ്കിലും ഉണ്ടോ? 100 അല്ലടാ, അത് 80. ഇവരൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പം പൊക്കുമ്പോൾ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാമല്ലോ. ഏകദേശം അവിടെ ഊരാണ്ട് ചേട്ടാ. ഇല്ല ചേട്ടാ, പിടിച്ചോണ്ടല്ല ഞെട്ടിലേക്കുന്നേ. ആ കുഞ്ഞു ശരീരം 60 കിലോ ആയിട്ടില്ല. മെഷീൻ ഇല്ലേ ചേട്ടേ? ഓരോന്നായിട്ട് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഊരുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. കുറേ കണക്ഷനൊക്കെ നോക്കാണ്ട്. താഴെ ഏതാ ഓയിലും സാധനമൊക്കെ ലീക്കായി കിടക്കുന്ന, ഓരോന്നോരോന്നായിട്ട് ലീക്കായി കിടക്കുക. ഊരിയെടുക്കാന്നേ ഉള്ളൂ, ടൈറ്റായിരിക്കുന്നതുകൊണ്ടാണ്. ലൈറ്റ് തന്നെ പിടിക്കണം. ലൈറ്റ് ഇട്ട് പരിപാടി അല്ല, അത് തൂങ്ങി കിടക്കുമല്ലേ ഉള്ളൂ ചേട്ടേ, അത് വിഷയമാക്കണ്ട. ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. കാലാവസ്ഥയുടെ സ്വഭാവം മാറാൻ തുടങ്ങി കേട്ടോ. കാലാവസ്ഥയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ഇത്രയും നേരം നല്ല കാലാവസ്ഥയിലാണ്. മുതലാളി വന്നു. മുതലാളിക്ക് രാവിലെ തന്നെ കിട്ടിയത് ബമ്പർ കൂപ്പണുകളാ, ഇല്ലാത്ത സമ്മാനമില്ലാത്ത കൂപ്പണുകൾ. ഇറങ്ങിയോ? വാവ്, ഇതാ ബേക്കിലേക്ക് തന്നെ ഇട്ടോ ചേട്ടാ. ആ ഞെട്ടൊരു ഇതിലേക്ക് മാറ്റിയിട്ടേ ബേക്കിലേക്ക് തന്നെ ഇടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അല്ല, ഈ ഫ്രണ്ട് കണ്ടോ, ഈ ഫ്രണ്ട് ഇത് മൊത്തം ഒരു കവറിങ്, ഒരു ചെറിയ എന്തെങ്കിലും പീസ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ഇവിടെ, ചെറിയ ഇത് കടക്കുകയും വേണ്ട, ഇങ്ങനെ എന്തെങ്കിലും ചെറിയ, അല്ല ഇതിങ്ങനെ ക്രോസ് കുഴപ്പമില്ല. എന്നിട്ട് 2 പൈപ്പ് ഇവിടുന്ന് ഇങ്ങനെ ബമ്പർ വെക്കുന്നില്ല, വേണ്ട ബമ്പർ വേണ്ടിനി. ഇതിന് നമ്മൾ അടിച്ച് കവർ ചെയ്തെടുത്തിട്ട് ഇതൊന്നും ഒരിക്കലും പോകരുത്. ഭാവിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇതിപ്പം പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഇത് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ, ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ, ഇവിടെ ചെറിയ ഡിസൈൻ, ഇവിടെ നിന്ന് ഇങ്ങനെ 2 കമ്പി ഇങ്ങനെ ഇങ്ങോട്ടും അതായത് ഇങ്ങോട്ടും. അതിന് എന്ത് ചെയ്യണം? അതിൽ ബൾബ് പിടിപ്പിക്കണം, ഇത് ലൈറ്റ് പിടിപ്പിക്കാനുള്ള നമുക്ക്. ചേട്ടാ, ആ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നിൽക്കണം. അതുകൊണ്ട് ആ ചവിട്ടിപ്പിടി സ്റ്റെപ്പില്ലേ, അതല്ല ചേട്ടാ. ഇവിടെ ഇവിടെ നിൽക്കണം. ഡിസൈൻ ഇത്ര വന്നാൽ മതി. ആ, അത്ര മതി, വലുതായിട്ട് വേണ്ട. വലുതായിട്ട് കൂടുകയും ചെയ്യരുത്, മനസ്സിലായോ? സ്റ്റെപ്പിന്റെ പുറത്തോട്ട് ചേട്ടാ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പില്ലേ അതിന്റെ അകത്ത്. അല്ലല്ലോ ഇവനെ, നമുക്ക് ലൈറ്റ് ഇങ്ങോട്ട് വേണ്ട, നമുക്ക് ലൈറ്റ് ഒരു പണിയാ, ഇതിന്റെ താഴോട്ട് വെക്കാം. ആ, ഒരു പൊട്ടിക്കിട്ടാ മതി. ഒരെണ്ണം വേണം ഇവിടെ വെക്കാം അല്ലേ? ഒരെണ്ണം ഇവിടെ, ആ ഒരു ലൈറ്റിന്റെ ഗ്യാപ്പിൽ മാത്രം ആ സാധനം കയറ്റിയാൽ മതി. ഒരു ലൈറ്റ് ഇവിടെ, ഒരു ലൈറ്റ് ഇവിടെ, ബാക്കി ലൈറ്റ് ഇവിടെ വെക്കാം. ചിന്തിച്ചോ, തിങ്ക് ചെയ്തോ. പാച്ചന്മാർക്ക് നമ്മൾ പരിപാടി പറഞ്ഞു കൊടുക്കും. ഇനി അവരാണ് ചിന്തിച്ചത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊരു ഭയങ്കര തലവേനോട് പരിപാടി, പാച്ചൻ പരിപാടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എന്താ പറയുക, ആർട്ട് വർക്കാണ്. പാച്ചൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആശാരി പരിപാടി, അത് പറയുക. ഇനി അതേ സമയത്ത് നമ്മൾ നേരെ VJ ഡീസലിലേക്ക് വന്നിരിക്കുകയാണ്. കട തൊട്ടടുത്ത് തന്നെ കേട്ടോ, എല്ലാം അപ്പുറം അടുത്തടുത്തായതുകൊണ്ട് പ്രശ്നമില്ല. ചേട്ടാ ഊരുമല്ലേ? ഊരിയേക്കാം. നമ്മുടെ എന്നായിട്ട് ഇപ്പോൾ ഊരുന്ന പമ്പ്, നമ്മുടെ പമ്പ് ഊരാൻ വേണ്ടി പോവാണ്. ആ പമ്പ് ഇപ്പോൾ ഊരിയെടുക്കും. പമ്പ് ഊരി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പമ്പിൻ്റെ പണി തീരുമല്ലേ? നാളെ കൊണ്ട് തീരുമല്ലോ. കാരണം ലേറ്റ് ആയിപ്പോയില്ലേ, പരിപാടി ലേറ്റ് ആയിപ്പോയി. നമ്മൾ ഉച്ചയായിപ്പോയി. ചേട്ടൻ രാവിലെ വന്നാണ് പറഞ്ഞ പ്രകാരം. പക്ഷെ പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിൽ കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയുടെ കയ്യിൽ കുഴപ്പമില്ല. വണ്ടിയുടെ ബോണറ്റ് ഇത് പൊങ്ങിയില്ല കേട്ടോ, എന്തോ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് തുറന്നേ ലിബി? അത് ഊരി എങ്ങനെയാണ് തുറന്നേ? അത് ഈ വണ്ടിക്ക് എല്ലാത്തിനും ഉള്ളതാണ്, ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നു. ആണോ? അപ്പം പാച്ചർമാർ വന്ന് 2 കുത്ത് ഇപ്പം റെഡിയാവും. ചേട്ടനെ ദൂരി എടുക്കുക കേട്ടോ. എൻ്റെ തന്നെ കേട്ടോ, പഴയ വീണ പോലെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? 20 കിലോയോ? ചേട്ടൻ ആരും പറയുന്ന കേൾക്കുന്ന ഇഷ്ടമല്ല, ഇച്ചിരി ഉറക്കത്തിൽ പറയാമോ? എന്നാലും നമുക്ക് അങ്ങനെ പറ. ഇതേട്ടാ, ഇതിനിവിടെ ലോക്കുണ്ടേ? ഇത് മാറ്റിയിട്ട് വേറെ ലോക്ക് ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടോ? ഇത്രയും വലുതല്ലേ പമ്പ്? ഇതല്ലേ ചേട്ടാ ഓഫ്? ചേട്ടാ ഇതല്ലേ ഓഫ് ചെയ്യുന്നേ? ഇതാണ് ഓഫ്. ചേട്ടാ എൻ്റെ ആ ഇത് കറക്റ്റ് അല്ല, അതൊന്ന് സെറ്റ് ചെയ്ത് തരാമോ? സ്റ്റോപ്പർ കേബിള്. അപ്പൊ സ്വിച്ച് ഇലക്ട്രിക്കാ? താഴെ. അപ്പൊ നീളം വെക്കും, ഇത്ര നീളം മാറി. ആണോ? ഓക്കെ. വേറെ സ്റ്റോപ്പർ കേബിൾ കിട്ടുമോ ഇതിനുള്ള? ഇത് കഴിഞ്ഞിട്ട് ടെർബോയും കൂടെ ചെയ്ത് തരണം കേട്ടോ. ചേട്ടാ ടെർബോ എല്ലാം നോക്ക് ചേട്ടൻ അറിയാലോ. അല്ല, ടെർബോയ്ക്ക് ചെറുതായിട്ടൊന്ന് ഓയില് കൊണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പൈപ്പ് അയക്കാൻ നേരം ചെറുതായിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട്. ചേട്ടൻ നോക്കിയാട്ടെ. ഇത് കഴിഞ്ഞിട്ട് മതി.
നിർബന്ധമില്ല, തിരക്കില്ല, എടുത്തോളൂ. നമ്മുടെ ഈ പമ്പിലേക്ക് എണ്ണ അടിച്ചെടുക്കുന്ന സാധനം പിടിക്കാൻ കുഞ്ഞെ ഉണ്ടെങ്കിൽ നമസ്കാരം. പൊട്ടത്തരല്ലേ കാണിച്ച ഞാൻ. ഫുള്ള് പോയി അവിടെ പോയി പട്ടിഷോ കാണിക്കാൻ പോയതാ. ഫുള്ള് ഡീസൽ. ഇതാണ് നമ്മുടെ പമ്പ്. നമ്മുടെ പമ്പ് നേരെ കൊണ്ട് വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ കാണുന്ന പമ്പ് ഒരു 20-25 കിലോ ഉണ്ടാവും വെയിറ്റ് കേട്ടോ. ആഹാ, ഇതും ഇപ്പം ഇനി വെക്കാൻ പോകുന്ന നമ്മൾ വ്യത്യാസമില്ലടാ. ഗൈസ്, ഇതും ഇനി വെക്കാൻ പോകുന്ന സാധനമായിട്ട് വ്യത്യാസമില്ല. മറ്റേ സാധനം എടുക്കുന്നില്ല. നോസില് അല്ലേ? നേരെ പമ്പിൽ അങ്ങോട്ടല്ലേ പോകുന്നത്, കടയിലേക്കല്ലേ? ഞങ്ങൾ അങ്ങോട്ട് പറയാം. ഇപ്പം എന്താ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നത്, ഏതാ വെക്കുന്നതൊക്കെ നമുക്കറിയാലോ. ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാ. ഇതിൻ്റെ കളർ മാറ്റണം, ചുവപ്പ് മാറ്റി. അത് തന്നെ മതി കേട്ടോ. ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഈ ഓട്ടോ തന്നെ ആയിക്കോട്ടെ അല്ലടാ. ഇത് ഹോൾ ആയിക്കോട്ടെ. ഈ ഹോൾ ആയിക്കോട്ടെ. ജസ്റ്റ് എന്തായാലും ചേർന്ന് ഇത് ഇച്ചിരി കവർ ചെയ്ത് ഇച്ചിരി ഇങ്ങോട്ട് നിന്നോട്ടെ. ഇതിനെ മറഞ്ഞു നിന്നോട്ടെ, മനസ്സിലായോ? ഇത് കാണാത്ത ഇച്ചിരി മറഞ്ഞു നിന്നോട്ടെ ഇങ്ങനെ. അപ്പോൾ ഇത് വരുമല്ലോ. ഇവിടെ ഒരു വട്ടം, ഇവിടെ ഒരു വട്ട ലൈറ്റ് വരും, ബാക്കി ഇതിൻ്റെ അടി വരും. അല്ലല്ല, അത് മേളിൽ, അത് വെറുതെ ഷോയ്ക്ക് മേളിൽ വരുള്ളൂ, ഇവിടെ തന്നെ വരുള്ളൂ. ഇതാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. എന്നിട്ട് ഈ ഫ്രെയിം ഇത്ര വേണം അമിത. ഇവിടുന്ന് വരട്ടെ ചേട്ടാ, ഇവിടുന്ന് വരട്ടെ മറ്റേ സാധനം. എവിടുന്ന് ഇങ്ങനെ വരട്ടെ മറ്റേ സാധനം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ ആക്കാമല്ലോ. അമ്മയിൽ റിസ്ക് ഇല്ലല്ലോ. ഇങ്ങനെ വരട്ടെ. ഞാൻ അതിൻ്റെ സാധനം സെറ്റ് ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള സംഭവം. ഇത്രേ ഉള്ളൂ ഫ്രണ്ടിൽ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ സെയിം ഒരു പൈപ്പില്ല കേട്ടോ, നമ്മൾ നീളത്തിലുള്ള പൈപ്പ് എല്ല് ഞാൻ ചേട്ടനെ കാണിച്ചു തരാം. ചേട്ടാ ഇത് കണ്ടോ, ഇങ്ങനെ എല്ല് മേളി വെക്കാൻ വേണ്ടി, ലൈറ്റ് വെക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് നമുക്ക് ക്ലാമ്പിൽ അടിച്ച് വെക്കാം, ആവശ്യമില്ലാതെ ഊരി എടുക്കുന്ന രീതിയിൽ. സ്ക്രൂ ചെയ്ത് വെൽഡ് ചെയ്ത് വെച്ചാൽ മതി. വെൽഡ് ചെയ്ത് ലോക്കിംഗ് സിസ്റ്റം ആക്കിയാൽ മതി അവിടെ. അത്രേ ഉള്ളൂ, അതിലൊന്നുമില്ല. വെറുതെ സ്ക്രൂ ഇട്ട് ഇത് വെക്കാമെന്ന് മാത്രമേ. സ്ക്രൂ ചെയ്യില്ല, പിന്നീട് പിന്നെ ഭയങ്കര ചോർച്ചോ. ഞാൻ ഇപ്പം വരാം വലിയ. അതായത് ഈ കാണുന്നത് നമ്മുടെ വണ്ടിക്ക് വേണ്ട പൈപ്പാണ്. നമ്മൾ നേരത്തെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ പൈപ്പ് എടുക്കാൻ വേണ്ടി. ഇതാണ് സാധനം. ഇതാണ് നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് നോക്കണം, അവിടെ നിന്ന് ഊരിപ്പോവേ. എത്ര കിലോ ഉണ്ട് ചേട്ടാ? KG എത്രയാ? 12 രൂപ. 18 രൂപ ഉള്ളൂ കിലോത്തിന്. 18 രൂപ ഉള്ളൂ, വെറും 18 രൂപ ഉള്ളൂ കിലോത്തിന്. കിലോത്തിന് എത്ര? ഇത് എത്ര KG തന്നെ വില മനു? അതായത് ഇതാണ് നമ്മുടെ വണ്ടിക്ക് അടിക്കുന്ന എക്സോസ്റ്റ് കേട്ടോ. ഇതുകൊണ്ടാണ് 2 പൈപ്പ് അടിക്കുന്നത്. എന്തോരമുണ്ടെന്ന് നോക്കി. നമ്മുടെ വണ്ടിയുടെ അത്ര തന്നെ നീളമുണ്ട്. പപ്പാതി ഉണ്ട്, 2 ഇത് വരൂല്ലേ? ഇതേപോലത്തെ വെച്ചടിക്കണം ടോപ്പിൽ. ഏതാ? ലൈറ്റിന് ഇതേപോലത്തെ പൈപ്പ് എടുക്കണം. ലൈറ്റിനാ? നല്ല കാര്യമുള്ളൂ. ലൈറ്റിന് ഇങ്ങനത്തെ പൈപ്പ് എടുക്കാമല്ലോ, സ്റ്റീലിൻ്റെ. ഇതെടുക്കണ്ട. അല്ലല്ലേ, മറ്റേ ഇത് ഭയങ്കര വില, മറ്റേ എടുത്താൽ മതി. മനസ്സിലായോ? ഇത് വേറെ മൂടാവും. പെയിൻറ്റും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയ സംഭവം കളർ മൊത്തം. അടുത്ത സ്ഥലത്തെത്തി. ഇതിൻ്റെ മേളിലാണ് നമ്മുടെ പമ്പ് വർക്ക് നടത്തുന്നത്. അവിടെയാണ് നമ്മുടെ വണ്ടി പണിയുന്നത്. അപ്പം നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ മേലോട്ട് പോവാം. പമ്പ് പരിപാടി സംഭവങ്ങൾ. നമ്മുടെ പമ്പ് മാറ്റി വേറെ പമ്പാട്ടോ വെക്കുന്നത്, പുത്തൻ രീതിയിലുള്ള പമ്പ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇപ്പം അവിടെ ചെല്ലാൻ നേരത്തെ അറിയാം. സ്റ്റെപ്പ് കയറി പോകണം മേളിലേക്ക്. നേരെ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ഈ കാണുന്ന പമ്പ് കട എത്തും. പമ്പ് എന്ന് പറഞ്ഞാൽ ഇത് പെട്രോൾ പമ്പ് അല്ല കേട്ടോ, ഫ്യൂവൽ പമ്പ്. നോസിൽ, അതായത് വണ്ടിയുടെ ഡീസൽ പ്രവർത്തനം നന്നായിട്ട് കത്തിക്കുന്ന ഒരു സാധനം. അതിൻ്റെ എല്ലാം ഊരാന്നല്ല എണ്ണം പറഞ്ഞേ. ഇവിടെ കാണുന്നത് നല്ല വ്യൂ. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ഇറ്റ് ഈസ് വെരി 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 ബിഗ് ലാബ്. ഇതൊരു വലിയ ലാബാണ്. നോക്കി പിരിച്ചു പിരിച്ച് ഇട്ടാക്കുന്ന നോക്കി. എന്തിനാ ആശാൻ എന്തിയേ? ടെർബോ. ഇത് ടെർബോ അല്ലേ? ആശാൻ ഇറങ്ങി വന്നാലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ടെർബോ. അത് ടെർബോ. അണ്ണാ ഇവിടെ ടെർബോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ നമ്മളെ ടെർബോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പറയുമ്പോൾ ഒരു മടി. ടെർബോ ഒക്കെ അങ്ങ് ഊരി എടുത്തോ അങ്ങോട്ട്. ഫൈനലി നമ്മളങ്ങനെ ചേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി വെക്കാൻ പോകുന്ന പമ്പ് എന്ന് പറയുന്നത് ഇതാണ്. ബോഷിൻ്റെ അല്ലേ ചേട്ടാ? ബോഷിൻ്റെ പമ്പാണ്. ഇതിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുമോ എന്നാക്കി എങ്ങനെയാണെന്നുള്ളതൊക്കെ? എന്താണ് സാധനങ്ങൾ, എന്താണ് ഏതാണ്? ഇതാണ് സാധനം. ഇത്രേ ഉള്ളൂ. ഇതാണ് സ്റ്റോപ്പ്.
സ്റ്റോപ്പർ ഇതാണ്ട് ഇത്. ഏത്? ആ ഇതാ സ്റ്റോപ്പർ. ആഹാ, അത് സ്റ്റോപ്പർ ബോഷ്. ആ ഇതതിന് കറക്റ്റ് കൊള്ളു കേട്ടോ. എവിടെ? അല്ല അതിന് കറക്റ്റാണോ, സൂട്ടാണോ? ഇതോ? ആ. ഇതിലോട്ടോ അതിലോട്ടോ? ആ നമ്മൾ സൂട്ട് ആക്കുമല്ലേ ഇത്? ഓ അങ്ങനെയാ. ആ ഇത് ഇത്ര ഉള്ളു ആകെ? അത്രേ ഉള്ളൂ. ഏയ് ടോപ്പും കൂടെ വരും. അത് ഞാൻ സംശയിക്കട്ടെ, ആ റിങ് പോലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതാണ് ഉപയോഗിക്കുന്നത്? ഏത്? ഇതിന്റെ ഈ കയറി പോകുന്ന സാധനമില്ലേ ആ അതിലേക്ക്, ഇഞ്ചക്ടറിലേക്ക്, ആ അത് മാറ്റും. അത് അതിന്റെ റിങ് അല്ലേ? ഈ സെയിം സാധനം ആണ് നമ്മുടെ വണ്ടി കയറുന്നത്. ഇതിപ്പോ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ? ഇല്ലില്ല, പക്ഷേ ആ 2 മണിക്കൂർ എടുക്കും. ആ ഏതാണ്ട് 2 മണിക്കൂർ എടുക്കും ടെസ്റ്റ്. ഇത് സാധാരണ നോർമൽ പമ്പ് ക്ലീൻ ആക്കുന്ന മെഷീനാണ്. നിങ്ങൾ എൻ്റെ ഈ തൊട്ടു ഫ്രണ്ടിൽ കാണുന്ന ഈ സാധനം ടെക്നോളജി. പഴയ ടെക്നോളജിയിലുള്ള സംഭവം. പക്ഷേ ഇത് BS6 ആണ്. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ, ഇതിന് AC വേണം അല്ലേ ഗൈസ്? ഇത് പ്രവർത്തനിക്കണമെങ്കിൽ ഗൈസ് ഇതാണ് പുതിയ രീതിയിലെ വാഹനങ്ങൾ, BS6 വാഹനങ്ങൾ. അതിന്റെ ഇഞ്ചക്ടറുകൾ, അതിന്റെ എന്നൊക്കെ കേട്ടോ, പമ്പ്, ഇതില് ഇഞ്ചക്ടർ BS6 എല്ലാം ഇതിലാണ്. ആ പമ്പുകളെല്ലാം നമ്മൾ ഇതിൽ തന്നെ മാനുവൽ ഉണ്ട്, ബാക്ക് സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാം മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഇഞ്ചക്ടറുകളാണ് ഏറ്റവും കൂടുതൽ. ഇഞ്ചക്ടർ ഫുൾ ഇതിലാണ്, ബോഷ്, ഡെൻസോ, സെക്ടർ A to Z. ഏതൊക്കെ ടൈപ്പ് ഇഞ്ചക്ടർ ഉണ്ടോ അതെല്ലാം ഇതില്. ആ ഇത് അൾട്രാസോണിക് സൗണ്ടിൽ ക്ലീൻ ചെയ്യുന്നതാണ് സംഭവം. ഈ സൗണ്ട് വെക്കുന്നത് ഇതന്നെ സംഭവം. ക്ലീനിങ്ങിന് ഇടും. കാർബൺ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ആക്കി ക്ലീൻ ആയി പോയിക്കോളും. അൾട്രാസോണിക് സൗണ്ടാ? ആ നമ്മൾ മോസിലൊക്കെ ക്ലീൻ ചെയ്യാൻ, കരി കളയാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇപ്പൊ നമ്മുടെ 6 എന്ന് പറഞ്ഞ ഇതല്ലേ, നമ്മുടെ 6 സിലിണ്ടർ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ 6 നോസിൽ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതതിന്റെ അറ്റഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി മുടിനാരിന് അത്ര ഉള്ളവനെ ചെറിയൊരു സംഭവം, അത് ബ്ലോക്കായി പോയി. കാണിച്ചു തരുമോ? ഇന്നത്ത് കാണുമോ? കാണിച്ചു കേട്ടെ. ആ തെറിക്കുവോ? ഞാൻ മാറുവാ. മാറി എങ്ങോട്ടാ തെറിക്കുന്നേ? ആ അങ്ങോട്ട് തെറിപ്പിച്ചു. ആ അതിലെ ആ അല്ല ആദ്യം എങ്ങനെ തെറിക്കാൻ നോക്കണം, അതിന് ശേഷം ബാക്കി എടുത്തോ. ഓ ഇങ്ങനെയാണോ എഞ്ചിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യുന്നത്? ഇങ്ങനെയാണോ സ്പ്രേ ചെയ്യുന്നത് എഞ്ചിൻ്റെ അകത്ത്? എന്നിട്ടാണ് കത്തുന്നേ. കാണിച്ചു ഒന്നും കൂടെ അടിച്ചേട്ടാ, എനിക്ക് ക്യാമറയ്ക്കകത്ത് കാണാലോ. ആ ഓക്കെ. ഓ ഇങ്ങനെയാ സ്പ്രേ ചെയ്യുന്നത്? ഏത് വണ്ടി ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത്? മൈലേജ് ഉള്ള വണ്ടി ഇച്ചിരി പയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ എല്ലാ സാധനം ഞാൻ ഇതവിടെ ചെക്ക് ചെയ്ത് നോക്കിയോ? ചെയ്തോണ്ടിരിക്കുക. ഓ മനസ്സിലായി. നിങ്ങൾക്ക് തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, പിന്നെ അതുപോലെ ചങ്ങനാശ്ശേരി, എറണാകുളം വരെ ഉള്ളവർക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യാന്നാണ് പമ്പ് പരിപാടി സംഭവങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി. ഇവരുടെ കറക്റ്റ് സ്ഥലം പറയുന്നത് എവിടെയാ മനുവാനെ? ഇടിഞ്ഞിലം ജംഗ്ഷനാണ്. ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് തുമ്പി ഒക്കെ കൊലുകുറ്റ കച്ചവടക്കാരവര്, അവരൊക്കെ ഒരു സ്ഥലത്ത് ഒന്ന് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല അല്ലാതെ. ഇവിടെ നിങ്ങളുടെ വണ്ടിയുടെ ഒക്കെ പണി അല്ലേ എല്ലാം ചെയ്ത് ബീം അതിന്റെ ഒക്കെ നോക്കുന്നത് ഇല്ലേ ചേട്ടാ? ആക്കില്ല ചേട്ടാ? ഹെവി നോർമൽ എവറിത്തിങ് ഇവിടെ പണിയുന്നുണ്ട്. അതുപോലെ ടേബിൾ ഇട്ട് വൃത്തിയാക്കി പണി. ഇതാണ് നമ്മുടെ ഊരിക്കൊണ്ടുവന്ന സാധനം കേട്ടോ. കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഊരിക്കൊണ്ടുവന്നത്. നമ്മുടെ ഓരോന്നായിട്ട് ഊരി അടിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ? ഓരോന്നായിട്ട് അന്തരീക്ഷത്തിൽ ആ ഒരു ഇതുണ്ട് കേട്ടോ. കണ്ടോ? കുഴപ്പമില്ല. ഓരോന്നായിട്ട് രണ്ടെണ്ണത്തിന് കുഴപ്പമില്ല. ഓരോന്നായിട്ടേ ഊരി അടിക്കുന്നതൊക്കെ മിഷനുകളാണ്. ഓരോന്നായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇത് പുതിയ BS6 കുഴപ്പമില്ല. ഇല്ല 3 ഷൂട്ട് കിട്ടി. പിന്നെ എന്നാ ഏട്ടാ എരിച്ചില്? ആ എരിച്ചിൽ എന്തായിരിക്കും നമ്മുടെ വണ്ടിക്ക് വന്നേ? അതെന്താ കാര്യം? പോക. ആ ചേട്ടാ ഈ പമ്പുമായിട്ടുള്ള വ്യത്യാസം എന്നാ? ഇതിന്റെ ഡബിൾ പവറാണ്. പവർ കൂടുതലാ. വണ്ടിക്ക് വലിയ കൂടും, പിന്നെ സ്പീഡ് കൂടും. പിന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഇതാകുമ്പോ എന്നാ പ്രശ്നം? മൈലേജ് ഉണ്ടാവില്ല. ഇത് സഡൻ മൂവിങ് കുറവാണ്, വലിവും കുറവായിരിക്കും. മൈലേജ് കിട്ടും, പക്ഷേ അത്യാവശ്യം ഇതിലും നമുക്ക് മൈലേജ് ആ രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇതേ പമ്പിന്റെ അതേ ചാർട്ടിൽ വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇത് സെറ്റ് ചെയ്യുന്ന പോലെ എല്ലാ കാര്യം ഇരിക്കുന്നത്. ഇത് സെൻസർ അല്ലല്ലോ, ഇതെല്ലാം മാനുവൽ ഓരോ പമ്പിന് എന്തുമാത്രം ഡീസൽ വേണം,
ഇതിന്റെ ഡെലിവറി എല്ലാം സെറ്റ് ചെയ്യുന്ന ഈ പമ്പിൽ കൊടുത്തേക്കുന്ന ഓരോ ചാർട്ട് ഉണ്ട്. ആ ആ ചാർട്ടിന്റെ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ഡീസലിന്റെ അളവ്. അത് ഈ പമ്പിന് എത്ര വേണ്ടത് ആ രീതിയിൽ സെറ്റ് ചെയ്യും. ഇതാണ് ഇനി നമ്മൾ വണ്ടി വെക്കാൻ പോകുന്ന പമ്പ്. ഇതാ വെക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ഇനി എന്നത്തേക്ക് നാളത്തേക്കല്ലേ നടക്കുള്ളൂ? ഇന്ന് മൊത്തം നോക്കണ്ടേ? ഒരുപാട് പണികൾ ആ എന്നൊക്കെ മാത്രമല്ല നമുക്ക് അവിടെ പണി എടുക്കുമല്ലോ. മാനിഫോൾഡിന്റെ സാധനങ്ങളെല്ലാം മാറ്റേണ്ടതാണ്. പിന്നെ ടൈമിംഗ് സെറ്റ് ചെയ്യണം. ടൈമിംഗ് ശരി പണിയല്ല. ഇത് ഓൾഡ് ഇതിപ്പോ ആരോട് ചോദിച്ചാൽ ഇതിനെ കുറിച്ച് ഒരു പിടിയില്ലായിരിക്കും. ഇതിനെ ടൈമിംഗ് നോക്കാനും ആർക്കും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാം. ടൈമിംഗ് നമ്മൾ സെറ്റ് ചെയ്യണം. ആ നാളത്തെ പരിപാടി നമ്മൾ അറിയാം. അല്ല ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ടോ? ഇപ്പൊ ചിലപ്പോ മാനിഫോൾഡ് അയക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ സമയം ടർബയും കൂടെ ഒന്ന് വരപ്പാ. ടർബോ നോക്കിട്ട് അല്ല ഓസിയാണ് ഊരി നോക്കി. അത് കരിയെന്ന് പറഞ്ഞാൽ കരിയാ. അത് ഈ വർഷങ്ങളായിട്ടുള്ള കിടക്കുന്ന എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തില്ല ടർബോ. വന്ന വണ്ടി ഇതാണ്. നമ്മൾ തിരിച്ചു പോവാണ് നേരെ ഷോപ്പിലേക്ക്. ഇതാണ് നമ്മൾ സർവീസിന് കൊടുത്ത സ്ഥലം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പമ്പോ അതിനോടനുബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികളോ വലിയ വണ്ടിയോ പ്രീമിയം വണ്ടിയോ അങ്ങനെ എന്തിൻ്റെയും പരിപാടി ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുതരും. അത്യാവശ്യം എല്ലാ ടെക്നോളജിയും സംഭവങ്ങളും കാര്യങ്ങളുള്ള ആളാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തോട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ പോവാം, വണ്ടി എടുത്തോട്ട് പോവാം. കാരണം നമുക്ക് ഇനി അവിടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ട. ഇനി നാളെ കാണാം കേട്ടോ, നാളെ വരാം കേട്ടോ ഗൈസ്. അതായത് നമുക്ക് എക്സോസ്റ്റ് ഫാൻ അടിക്കേണ്ട പരിപാടികളും സംഭവങ്ങളൊക്കെ ചേട്ടൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൈപ്പ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഒറിജിനൽ, സാധാരണ പോലത്തെ ഒറിജിനൽ അല്ലാത്തതല്ല. കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചേട്ടാ ഇപ്പം തന്നെ കയറ്റുമോ? വെച്ചോ? ആ ഒരു പീസ് വെച്ചു. വെറുതെ ചെയ്തു ഞാനേ. ചേട്ടൻ്റെ കട്ടിങ് നീ ഇപ്പത്തോടെ വാ ലിവിനെ. ചേട്ടൻ കട്ട് ചെയ്ത് നീ അതിലെ വെച്ചോ ചേട്ടാ. ഒരു പീസ് കയറ്റി ലിവിനെ അപ്പുറം വാ. ലിവിനെ ആ വരിക അപ്പുറം വാ. ഇതാ 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 ഇത് കണ്ടോടാ? ആ എന്ത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. ആ അത് കണ്ടോ വൈസ് ഇതുണ്ടോ ഒരു പീസ് കയറിയാക്കുന്നത്. ഇത് ഒരു പീസ് ബെൽഡ് ചെയ്ത് കയറ്റി എൻ്റെ അവിടെ നിന്ന് തിരിച്ചു വിടും. അവിടെ നിന്ന് മേലോട്ട് കയറും. ആ ജസ്റ്റ് സ്പോട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ. അപ്പം എങ്ങനെ അതിൻ്റെ പരിപാടിയൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ആ അതിൽ വെള്ളം ഉണ്ടല്ലോടാ. ഉണ്ടോ? മേലോട്ട് കയറുമ്പം അഴിച്ചു വിടും. അത് അയച്ചു വിട്ടാൽ ഇത്ര നേരം എന്നോന്നല്ല കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥ 4 മണി ആയതുള്ളന്നേ. കാലാവസ്ഥ ഫടാഫട്ട് മാറി കേട്ടോ. എല്ലാം ഊരി നോക്കി. എഞ്ചിൻ്റെ മേൽഭാഗം ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നുമില്ല, കറുത്തിരിക്കുന്നു. എല്ലാ നോസില് പമ്പ് മറ്റു സാധനങ്ങളെല്ലാം. മറ്റേതും കൂടെ ഓർക്കണേ, ടർബോ ഇത് ശരിയാക്കി കഴിഞ്ഞാൽ ടർബോയും കൂടി ഓർക്കണം. എന്നിട്ട് ബാക്കി പരിപാടി പിടിച്ചാൽ. ആ പിന്നെ പമ്പ് നമുക്ക് വാങ്ങണം അല്ലേ? ആ ചേട്ടൻ ചേട്ടനൂടെ പൈപ്പ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇത് ഒരളവെടുത്തു. അവിടെ ഇത് ചാരല്ല ചേട്ടാ, ഇത് ചാരിയ പോവുക കേട്ടോ മതില്. അതിനാ സ്ലാബ് ഇട്ടിട്ടില്ല. സ്നേഹമതിലാണോ ഇത്? നഷ്ടമായിപ്പോ അല്ലേ? അതിനാ ചെറിയ 2 കമ്പി ഇട്ട് കൊടുത്താൽ ആ എന്ത് ടെർമിനലൊക്കെ ഊരി തന്നെ കേട്ടോ. എയർലൈനെ തട്ടരുത്, കറണ്ടെ തട്ടരുത്. കാരണം ഈ വണ്ടിയുടെ പ്രവർത്തനം മൊത്തം എന്തിനാ? എയർലൈനല്ല അല്ല, ക്ലച്ച്, ആക്സിലേറ്റർ, അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് തിരിക്കാം, ബ്രേക്ക്, ഇതൊക്കെ എല്ലാം എങ്ങനെയാണ് പരിപാടി. എനിക്കിതൊക്കെ കണ്ടുപിടിക്കണം. മനുവിന് ഇങ്ങനത്തെ വട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ മനു നീ എസ്റ്റോസ് അടിക്കുമെന്ന്. നീ എന്ന് മനുവിനെ വിളിക്കുന്ന മനു എൻ്റെ സെയിം പ്രായക്കാരനായതുകൊണ്ടാട്ടോ. ഒരേ പ്രായ, അല്ലാതെ എന്നിൽ മൂത്തതായതുകൊണ്ടല്ല. നമ്മളെല്ലാം ബോധചാരികളാ. അതെ, ഒരിക്കലും മൂത്തയാളെ നീ എന്ന് വിളിക്കാറില്ല. ആരാ ആരാ ആരാ? ഞാൻ ഇനി എന്നെ വിളിച്ച് ഞാൻ ഈ കുളത്തിൽ ചാടിച്ചാവും. നിന്റെ പേര് ഞാൻ എഴുതി വെക്കും. നീ ഒറ്റ എടുത്തതിന്റെ ടോർച്ചർ ഇട്ടാൻ കത്തുന്നു. ചേട്ടാ ഇത് അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പൈപ്പ് പോയില്ലേ? നമ്മളെ പൈപ്പ് കൊടുക്കുന്നു സാധനങ്ങളൊക്കെ. മനു ഇത് കൊണ്ട് കൂടി എത്രാമത്തെ വണ്ടിയാണ് മനു അടിക്കുന്നത്? വലിയ വണ്ടി ആയിട്ടാ. വലിയ വണ്ടി ഫസ്റ്റ് ടൈമാ. ആ കാറൊക്കെ ഇഷ്ടം പോലെ അടിക്കുന്നുണ്ട്. ഒരാഴ്ച 1-2 അടിക്കുന്നുണ്ട്. വിളിക്കാൻ തുമ്പിയുടെ മറ്റേ ഇതില്ലേ, തുമ്പിയുടെ ടീറ്റി ഇവിടുന്നല്ലേ അടിച്ചേ? എന്നാ സൗണ്ട് സൗണ്ട് പറഞ്ഞ സൗണ്ട് വരുന്നുണ്ടല്ലേ? ആ അത് ഇവിടുന്ന് അടിച്ചാ. ചേട്ടൻ അടിച്ചാ? ഓരോന്ന് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ബാറ്ററിയുടെ ഇന്ന് തീരും കേട്ടോ. മൊത്തം 2 സൈഡും അടിക്കുമോ?
ആ എത്ര മണിക്ക് കയറും? അങ്ങനെ ഒന്നുമില്ല ചേട്ടൻ, നമുക്ക് വേണ്ടി ഇന്ന് 12 മണി വരെ ഇരിക്കും. ഇന്ന് തന്നെ ചെറുക്കനെ വിടണ്ടേ? അല്ല അച്ഛനോട് പറയടാ, നിന്ന് തീർത്ത് തരാൻ പറയടാ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ കേട്ടോ പാമ്പാടിക്ക്? പാമ്പാടി വരെ പോകണ്ട. പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയുടെ ആദ്യം. ആ പുതുപ്പള്ളി, അവിടെ ഞാൻ റോഡ് പണി ചെയ്താ. മേളിലൊരു പള്ളി താഴെ ഒരു പള്ളി ഉള്ളതല്ലേ? അത് തന്നെ. ഇതെങ്ങനെ ചേട്ടാ, നേരെ ഇതിലെ മേലോട്ട് കയറുവാണോ? സ്റ്റെപ്പിന് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. സ്റ്റെപ്പിന് വെക്കാണ് ചിലപ്പോൾ. അതിനെപ്പറ്റി ആലോചിക്കണ്ട നിങ്ങൾ, കാരണം അതിലെ ടാസ്ക് ആവും, എടുക്കാനുള്ള ഗ്യാപ്പില്ല. ആണോ? അപ്പോൾ അതിനുള്ള മാർഗം അടുത്ത് കണ്ടുപിടിക്കണം അല്ലടല്ലേ? പിന്നെ അടുത്ത ബേക്കിൽ എവിടെയും നമ്മൾ കിട്ടും. തന്നാ ഇവൻ തിന്നാനും തരും. അതെ, ഈ ബിഞ്ച് ഇവിടുന്ന് എടുത്തിട്ട് പോയാൽ പോരെ? ഈ ബിഞ്ച് ഇവിടുന്ന് എടുത്തിട്ട് പോയാൽ മതി. ഞാൻ പിടിക്കാൻ ഏതോ ഈ കുഞ്ഞു പിള്ളേരൊക്കെ മറ്റേ പണ്ട് TV ഒക്കെ ക്രിക്കറ്റ് ഒക്കെ വെക്കുമല്ലോ വീട്ടില്, TV നോക്കിയിരിക്കുന്നത്. ആ അവിടെ നിന്ന് അടിക്കാമല്ലോ. ശരി, നല്ല സ്ഥലമുണ്ട്. ടയർ വെക്കാൻ പറ്റൂലല്ലേ? അതിമോഹമാണ് അല്ലേ ടയർ വെക്കാന്നുള്ളത്. ടയറിനേക്കാളും കൂടുതൽ നമുക്ക് ഒച്ചയാണ് പോകാൻ. ഒച്ച വരട്ടെ. ഇവിടെ ഒച്ച എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒച്ചയല്ല, പെട്രോൾ വണ്ടി എന്നുള്ള അങ്ങനെ നല്ലത്. ഇതെന്ന് വെച്ചാൽ ഉള്ള സൗണ്ട് ഒന്ന് പ്യൂരിഫൈ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ പെട്രോൾ വണ്ടി കിട്ടുന്ന പോലെ അല്ലേ അത് പ്രതീക്ഷിക്കില്ല. പൊട്ടിക്കല് അങ്ങനത്തെ പരിപാടിയൊന്നും കിട്ടൂല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ കൂടെ വണ്ടി പോകാൻ നേരത്ത് ഈ ഞങ്ങൾ അടുത്ത ദിവസം വെള്ളത്തിൽ കൂടെ വണ്ടി ഇറക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്താവുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മുടെ ഓരോ ഭാഗങ്ങളും പുള്ളി കട്ട് ചെയ്തെടുക്കും. ഇത് സാധാ പൈപ്പ് കട്ട് ചെയ്യുന്ന പോലെ അല്ല, സ്റ്റീൽ കട്ട് ചെയ്യുന്നത്. ചേട്ടാ ആ ഒരു പീസ് തരുമോ? പൊള്ളുവോ? ചൂടായിക്കോ ചേട്ടാ. സാധാ പീസ് ഇതുപോലെ അല്ലല്ലോ സ്റ്റീൽ നമ്മൾ കട്ട് ചെയ്യുമ്പം കട്ട കാണിച്ചിട്ട് പാടല്ലേ സ്റ്റീല്? തെന്നി കളിക്കൂലേ? നോക്ക് കട്ട് ചെയ്യണം ചേട്ടാ. ഇത് ഒറിജിനൽ സ്റ്റീലാണോ അല്ലെങ്കിൽ കോട്ടിംഗ് ആണോ? തുടക്കം വരെ ഒടുക്കം വരെ ഒറിജിനൽ സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ മനു? ഇതുകൊണ്ടാണ് എൻ്റെ കൈ കിടക്കുന്ന ഈ മാലയൊക്കെ ഉണ്ടാക്കുന്നത്, കഴുത്തെ കിടക്കുന്ന കൈ കിടക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാലകൾക്കൊക്കെ പൈസ കൂടുമല്ലോ. എല്ലാത്തിനും പൈസ കൂടും ചേട്ടാ. ഇതിപ്പം കൂടിയാണോ കേട്ടോ? എല്ലാത്തിനും ഇപ്പം കൂടിയാണോ? അല്ല, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഒന്ന് പിടിച്ചു കൊടുത്തേ ചേട്ടാ. നിങ്ങൾക്ക് പിടിക്കാറില്ല, പിടിച്ചു കൊടുത്തേ. ആദ്യമായിട്ട് കാണോ ഇങ്ങനത്തെ ബിൽഡിംഗ് സിസ്റ്റം? ഇതെന്നാ മനുവിൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു തരാമോ? അതിനാട്ടോ സാധാ ബിൽഡിംഗ് സെറ്റ് ഇതിനായിട്ട് പ്രത്യേകത? ആ മറ്റേതിന് എത്ര 15,000 രൂപ 12,000 രൂപയൊക്കെ അല്ലേ ഉള്ളൂ ബിൽഡിങ്? 3,000 രൂപയ്ക്കും കിട്ടും. ആ ബിൽഡിംഗ് മെഷീൻ ഇതാകുമ്പോ ഇതെല്ലാം നമുക്ക് ഇത് മേടിക്കാം, അലൂമിനിയം വെള്ളി. ഇതിലോ? ഇതിന് റാഡൊന്നും വേണ്ട. എവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക? ഓ മനസ്സിലായി. ഇതിന്റെ സൗണ്ട് തന്നെ കേൾക്കാൻ വേറെ രസമാണല്ലോ അല്ലേ? അത് ശക്തതയിലുള്ള പൊട്ടല്. വേറെ കേസുണ്ടേ, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇത് എടുത്ത് ഉള്ളിൽ കൂടെ കെട്ടണേ. പടുതാ അതാ മെഷീൻ അല്ല കേട്ടോ. അതിന് റാഡ് കാണിച്ചേ മനു, കാണിച്ചേ. ആ ഇതാണ് റാഡ്. ആ തള്ളി വരുന്നത്. സാധാരണയിലും ഇതിന് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ മെഷീൻ. അല്ല മെഷീൻ അല്ലേ ഇതിൻ്റെ റാഡ് സംഭവങ്ങളൊക്കെ. ഇത് തന്നെ സാധാ ഇതായിട്ട് തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞുതരാമോ? ഫിനിഷിങ് ഉള്ളായിരിക്കും ഇതിന്. ആ പഴുക്കുക. മറ്റേത് പൂക്കുറ്റി കത്തിക്കുന്ന പോലെ നിൽക്കും. ഇതങ്ങനെയില്ല.
ഇതാ വെള്ളിയിൽ നിന്ന് മാത്രം പക്ഷെ ഇതങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഒരു വർക്ക്ഷോപ്പിൽ ഈ സാധനം. ഇതിപ്പം നമ്മുടെ ഡീലർ ഷോപ്പിലെല്ലാം ഇതാണ്. ആണല്ലേ, ഡീലർമാരുടെ അടുത്ത്. പ്രീമിയം വർക്ക്ഷോപ്പ് എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളാണ് അല്ല ഏട്ടാ? പ്രീമിയം അല്ല, ലോക്കലാണ് ഇപ്പം പഴയ സെറ്റപ്പ് തന്നെ. പഴയതൊക്കെ മാറി വരുന്നത് ഇപ്പം ഓരോ സാധനങ്ങൾ ചേട്ടൻ എടുക്കും കേട്ടോ. അതതിൻ്റെ സാധനം അത് അവിടെ ഒരു മൗണ്ടിങ് ഫിറ്റ് ചെയ്തു. മൗണ്ടിങ് അല്ല ഇന്നെ പറയുന്നത് മനു, ബെൻഡ്. ഓരോ സ്ഥലത്ത് ഓരോന്നാണല്ലോ. ഇനി അടുത്ത ബെൻഡ് ഇടുക. എവിടുന്ന്? ഓ ഇത് പറ്റൂലല്ലേടാ, ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അല്ല ഇവിടുന്ന് ഫിറ്റ് ചെയ്താൽ പോലെ മനു. ആ ഓക്കെ ഓക്കെ. ഇനി എല്ലാം ആ വയറൊക്കെ ടാഗ് ചെയ്യേണ്ടി വരില്ല ഏട്ടാ കറക്റ്റ്. വന്നു എന്നാ നമുക്ക് എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടിയിട്ടില്ല. ഇവർക്ക് ഐഡിയ കിട്ടിയിട്ടുള്ളൂ. ഇവിടുന്ന് കറക്റ്റാണ്. ഇതിനെ കറക്റ്റ് കാണിച്ചു തരാം. ഇതെല്ലാം തുറന്നു വെച്ചേക്കാം. അങ്ങോട്ട് പോകണ്ട, ഇവിടം വരെ ഉള്ളേ. ഇത് കണ്ടോ, ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ വരും, ഇവിടുന്ന് സ്പ്ലിറ്റ് ആവും. ഉള്ളിൽ കൂടെ കയറ്റാണ് സൂപ്പർ ആയാനെ. പക്ഷെ അത് കിട്ടൂല. ഇതിൻ്റെ ഇപ്പുറത്തൂടെ കിട്ടൂല മനു. ഞാൻ ചോദിക്കുന്നത് അതെന്താ കിട്ടാത്തതെന്നാണ് എൻ്റെ ചോദ്യം. ഇതിലെന്താ വരാത്ത? ഇതിലെ ക്യാബിൻ വന്നാലും ഗ്യാപ്പ് ഉണ്ടല്ലോ. ഉറപ്പാ? നീ നോക്കിയതാ? പഴയ ഫോട്ടോ വീഡിയോ നോക്കി. ഇതല്ലേ ഒന്ന് ലോക്കാവുന്ന ക്യാബിൻ. ഇപ്പുറത്തോട്ട് നോക്കിയത് അപ്പുറത്തോട്ട് നോക്കണ്ട. ഇതിന്റെ ഒപ്പം നിൽക്കും ഇവിടെ വരെ. അല്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയോ? അവിടെ കയറണമായിരുന്നു. അവിടെ ചേട്ടൻ ചെയ്തതിൻ്റെ അവിടെ അതിൽ അങ്ങനെ കയറുവാണ് ഈ പണി നടന്നതാണ്. ടയർ കയറി ഇവിടം വരെയല്ലേ ടയറുള്ളൂ. അല്ല അപ്പുറത്തോടെ കയറി പോവോ? ഗിയർ ബോക്സിൻ്റെ അപ്പുറത്തെ വശം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കയറട്ടെ. ഒരു മിനിറ്റ് മനു, ഞാൻ ചവിട്ടിക്കോട്ടെ മനു. തോളത്തല്ല മനു. അയ്യോ എൻ്റെ കൊളുത്തി. ആഴമുണ്ടോ ഏട്ടാ? എത്ര ആളുണ്ട്? അമ്പലക്കുളം അല്ല, പിന്നെ സാധാ കുളം അല്ല. പാച്ചാ ഇപ്പം പാച്ചൻ അവിടുന്ന് എടുത്തില്ലേ? അതിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമല്ലെന്നാ പാച്ചൻ പറയുന്നേ. പക്ഷെ ഞാൻ സംശയിക്കട്ടെ, ഈ റിങ് പോലെ ഇരിക്കുന്ന സാധനമില്ലേ പാച്ചാ? ആ അതിങ്ങോട്ട് ഇറക്കാൻ പറ്റുമോ? അവിടുന്നാണ് കറക്റ്റ് മേലോട്ടിങ്ങ് പോരും. ഇപ്പം പാച്ചൻ കൈ വെച്ച സ്ഥലത്തു നിന്നാണല്ലോ. ടയറിനും വിഷയമില്ല, ഒന്നിനും വിഷയമില്ല. ഇവിടുന്ന് സുഖമായിട്ട് സ്പ്ലിറ്റ് പോവും. മനു നീ കയറി വന്നേ, നീ കയറി വാ. സുഖസുന്ദരം. നേരെ മേലോട്ട് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ പാച്ചാ? ആ വയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് ചെയ്ത് ഒതുക്കാന്നുള്ളൂ പാച്ചാ. ഏതാ ആ ബെന്നി കൊണ്ട് ഇറക്കിട്ടോ ഒറ്റ വെപ്പ് മേലോട്ട്. പാച്ചാ ആ മേളിലേക്ക് കൈയിട്ടെ. മേൾ ആ എന്താവൂല. ഒരു ബെൻഡാത്ത പൈപ്പുണ്ട്, അതൊരു പ്രശ്നം. ആ അങ്ങനെ നിൽക്കാൻ പാടില്ല. ആ പൈപ്പിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ? വേണ്ട പാച്ചൻ്റെ അടിയിക്കാൻ പോക്കോട്ടെ. പാച്ചൻ്റെ മനു RPM മീറ്റർ സെറ്റ് ചെയ്യാൻ ആരാ വരാന്ന് പറഞ്ഞിട്ട്? എങ്ങനെ ആവുന്നല്ലേ? വേറെ എന്നാടാ മനു വകുപ്പുള്ള? പാച്ചാ ഈ ബെൻഡ് ചെയ്ത് ഈ ഇടയെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കയറും, അതും പറ്റൂലല്ലേ? ഇവിടുന്ന് എൻ്റെ ഈ കാല് നിൽക്കുന്നത് ഇവിടുന്ന്
അല്ല ഇവിടെ ഇതിലെങ്ങനെ വരൂല, ഉള്ളിലേക്ക് കുത്തി കയറൂല അല്ലേ? അവരുടെ തന്നെ എടുക്കട്ടെ. നമുക്കൊന്ന് നോക്കാം. എടാ ലിബിനെ, ഈ എയറും മെറ്റലാ കേട്ടോടാ. പറ്റില്ല, ഇതും മെറ്റലാണ്, അതാ പ്ലാസ്റ്റിക് അല്ല ഇത്. ഏത്? അല്ല, ഒറ്റ വഴിയുള്ളൂ. ടാങ്ക് മാറ്റിയിട്ട് പാച്ചാ ഈ ടാങ്ക് എവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ കളി നടക്കൂലേ? ടാങ്ക് കണ്ട് വേറെ എവിടെ സ്ക്രൂ ചെയ്താലോ? അങ്ങനെ വിട്ടാലും ഇതിലേ എടുക്കേണ്ടി വരും. 2 എണ്ണം പറഞ്ഞു. അല്ല ഇവിടെ വെച്ചല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നേ? ആ ശരിയാണല്ലോ അല്ലേ? അല്ല, വ്യത്യാസമുണ്ട്. അതിലാകുമ്പോൾ ടയർ കയറും, ഇതിലാകുമ്പോൾ ടയർ കയറൂല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഞാൻ രാജിവെച്ചിരിക്കുന്നു. എൻ്റെ പൊന്നെ, ഒരു ടയർ ശരിക്കും പറഞ്ഞാൽ ഒരു മതിലും കെട്ടിൻ്റെ അത്ര ഉണ്ടല്ലോ. ഒരു മതിലിൻ്റെ അത്ര ഉണ്ട് ടയർ. ചേട്ടൻ്റെ ഇഷ്ടം പോലെ അതുപോലെ ഇട്ട് കേട്ടോ. ചേട്ടാ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ല, നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്തോ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കൂടെ അങ്ങ് ചെയ്തു. ചേട്ടന് പറഞ്ഞ ഒരു ഏലായി മനസ്സിൽ പറഞ്ഞ സാധനം അത് കിട്ടും. നമ്മുടെ ആ പൈപ്പ് കട്ട് ചെയ്ത് കുറച്ചാ കേട്ടോ. അവിടെ നിന്നാണ് ഇനി പീസ് കയറി പോകാൻ വേണ്ടി പോകുന്നത്. ആ കൈക്ക് അത്ര കൺട്രോൾ ഉണ്ടെങ്കിൽ മിക്സിയും പിടിക്കാൻ പറ്റുള്ളൂ. പിടിക്കേണ്ട രീതിയുണ്ട്. എതിര് പിടിച്ചു കഴിഞ്ഞാൽ പരിപാടി പാടും. നമ്മളൊന്നും പിടിച്ച് നിൽക്കില്ല. ആ, വർഷങ്ങളായിട്ട് പിടിക്കുന്നതല്ലേ. അതെന്താണോ ഇത്ര ചെറിയ പ്ലേറ്റ് ഇട്ട് പിടിക്കുന്നത്? ആണോ? എന്നെ അത്ര വെച്ച് മുറിച്ച് നിർത്തിയേ? അവിടെ വളയ്ക്കും നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഈ വർഷം പാത്തിന ചെറിയ പീസ് വെട്ടി മുറിച്ച് മാറ്റി അടുത്ത പീസ്. നമ്മൾ എത്ര ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട് മൊത്തം? ജോയിൻറ്റ് കളിയാ. സ്ട്രെയിറ്റ് അത് കഴിഞ്ഞാൽ ബെൻഡ് വരുമല്ലോ. ഇതാണോ ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നത്? മേളിൽ നിന്ന് 2 ജോയിന്റ് അടിക്കുമോ? അങ്ങനെയല്ലേ? മറ്റേ ഇത് ഇങ്ങനെ ഇത് തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. സാധാരണ എക്സ്ട്രോസ് അടിക്കുമ്പോൾ ഒരു ദിവസം, 1.5 ദിവസം, 2 ദിവസം. എത്ര കാറിനൊക്കെ അടിക്കാൻ എത്ര ആണോ? ആ, പക്ഷെ അതിന് ഒറ്റ പൈപ്പല്ലേ ഉള്ളൂ ലോങ്ങി പോകാൻ. നമ്മുടെ സാധാരണ ഇല്ല. അതിനാ ആ, ഇതൊക്കെ എന്നാന്ന് നിനക്കറിയാമോ? ഒന്നും അറിയത്തില്ലെന്ന് നമ്മളൊന്നും കരുതില്ല. ആന്ന് വെച്ചാൽ അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവന് നോളജ് ഉണ്ടാവും. മനസ്സിലായി? എല്ലാം ഇവനോട് പറയും, ഇവനൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നമ്മളിതൊന്നും കാണുന്നത് എല്ലാ ദിവസം ചെയ്യുന്നത് എനിക്കൊന്നും അറിയാം. ഓരോ നേരം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓരോ ഘട്ടം ഘട്ടമായിട്ട്. എത്ര രൂപയുടെ തരിയല്ലേ ഇപ്പം പോയെ? സ്റ്റീലിനെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അമ്മാതിരി പൈസ ആയിട്ട് സ്റ്റീലിനെ കിട്ടും. ഇന്നിനി അവർ വരുമോ എന്ന് ചോദിക്കത്തില്ലായിരുന്നു പമ്പിൻ്റെ. എന്നാൽ താത്തി വെക്കായിരുന്നു, മഴ കൊണ്ടാകാതെ. അവന് പമ്പിൻ്റെ അവരോട് താത്തി വെച്ചാലോ? എന്തോ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തോ ഊരണമെന്നോ പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. രാത്രിയായി, പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ട പൈപ്പുകളൊക്കെ സാധനം അടിച്ച് കയറി കേട്ടോ. ഇനി മേലോട്ട് ഇട്ടാൽ മതി. അപ്പോഴത്തേക്കും പൈപ്പൊക്കെ കട്ട് ചെയ്ത് ഏകദേശം റെഡിയായി. ഒരു സൈഡിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫ്രെയിമും സംഭവമൊക്കെ ഇനി അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകണം. ഓരോ സാധനങ്ങളോട് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാം ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി എല്ലാം സെറ്റ് ചെയ്താൽ വെച്ചാക്കുന്നത്. ഇതിന് ഇങ്ങോട്ടുള്ള പാർട്സാണ് കേട്ടോ. അതോടെ കഴിഞ്ഞ് നമ്മൾ നിർത്തുമല്ലേ? ഇനി സ്പ്ലിറ്റിംഗ് അല്ലേ വരുന്നത്? അല്ല, സ്പ്ലിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? വലിയ ക്യാനാ? ആ, ഇതിപ്പോൾ വെക്കുന്നില്ല. എന്നെ പറ്റിയ നാളെ ഒരു ഉച്ച ആകുമ്പോൾ റെഡി ആവും കേട്ടോ. ഏകദേശം
ഏകദേശം ഇവിടം വരെ ഏകദേശം പൈപ്പ്, അതിൻ്റെ ബ്രാക്കറ്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. ഇവിടെ നിന്നാണ് ഇനി മേലോട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് സ്പ്ലിറ്റിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത്. അങ്ങനെയല്ലേ മനു? എങ്ങനെ എൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു? ഇവിടെ നിന്നല്ലേ സ്പ്ലിറ്റിങ് നടക്കുന്നത്? ഇവിടെ സ്പ്ലിറ്റിങ് നടക്കും. ആ, ഇവിടെ നിന്ന് ടയർ കയറിൽ നടക്കൂല കേട്ടോ, ടയറും മറന്നേക്കാം അല്ലേ? ഇത് നേരെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തീരും കേട്ടോ. ഉച്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരും. പിന്നെ ഇവിടെ മെസ്സേജ് പരിപാടി ലൈറ്റ് വെക്കേണ്ട കേസല്ല അവിടെ പറഞ്ഞു കേട്ടോ. വിളിച്ചു പറഞ്ഞു മറ്റേ കടയിൽ വിളിച്ചു പറഞ്ഞു 18 പറ. ആ മറ്റേ കാറയിൽ വിളിച്ചു പറഞ്ഞു. ഇത് ഇവിടെയും ഇവിടെ ലൈറ്റ് ഓർഡർ ചെയ്യണം കേട്ടോ. അത് ഓർഡർ ചെയ്തില്ല. എത്ര വേണ്ടേ? 18 ഇതിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അത് കൂടുതൽ വേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മേൽ എത്ര വേണമെന്നൊന്ന് നോക്കാവോ? മേളിൽ എന്തായാലും 10 18 കൂടുവോ കുറയുവോ? എങ്ങനെ നീ എന്നെ പിന്നെ ഉദ്ദേശിക്കുന്നത്? അല്ല കൂടുവോ കറക്റ്റ് എണ്ണം എടുക്കുക, ലാസ്റ്റ് കിട്ടൂല. ഒരെണ്ണം വേണേ. ഇതാണ് അടിക്കുന്നത്? ഇതന്നെ മനു? ഇതല്ലേ നമ്മുടെ ആ മറ്റേ പുകയിച്ച കുറയ്ക്കുന്ന സംഭവം? അല്ല അതെ. ഇതന്നെ സംഭവം ഇപ്പൊ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, എന്താന്നുള്ളത് അല്ലേ? എന്നെ ഒന്ന് പറഞ്ഞ് ഇതാണ് സപ്ലൈ പറഞ്ഞു തരാനാ. ഈ വശത്ത് കൊതുകൂറോ? അവിടെ നല്ല കൊതുവാട്ടോ ചേട്ടാ. വണ്ടി ചാട്ടാക്കാം. ആ വല്ലേ അല്ല കൊതുവിനല്ല ചെയ്യാൻ പറ്റില്ല. ഇഞ്ചി കലങ്ങിപ്പോ പമ്പെല്ലാം ഊരിട്ടിരിക്കുമല്ലേ. ആ ഇതാണ് ആ വലുതാക്കുന്ന സംഭവം അല്ലേ ഏട്ടാ? ആ ചെറിയ പൈപ്പല്ലേ ഇപ്പം വന്നിരിക്കുന്നത്? മേളിൽ വെച്ചേക്കുന്നല്ലേ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇനി ഇതിൻ്റെ മേളിലേക്കല്ലേ ഇത്? ആ ഇവിടുന്ന് രണ്ടാക്കും. ഓഹോ, അത് മനസ്സിലായോ? മറ്റേ സംഭവം വലുതാക്കും. അപ്പൊ അവിടുന്ന് ശ്വസനം തടയാതിരിക്കാൻ വേണ്ടിയാണ് ആ സാധനം ഉണ്ടാക്കുന്നത്. അവിടെ മുതൽ വലുതാകും കേട്ടോ. അപ്പുറം തൊട്ട് പിരിച്ചിടും. കളിക്കരണം. സൗണ്ട് ഇച്ചിരി കുറയ്ക്കും. പിന്നെ റൗളിംഗ് സൗണ്ട് മാറി സ്വീറ്റ് സൗണ്ട് ആവും, സ്മൂത്ത് സൗണ്ട് ആവും. കുറെ പ്രൊസീജിയർ ഉണ്ട് സാധനം. ഇത് വെറുതെ വാട്ടർ അടിച്ചു കഴിഞ്ഞാൽ പരിപാടി പാളിപ്പോവും. ഇതിനൊക്കെ ഒരു കലാകാരമായിട്ടൊരു സംഭവം ചെയ്യേണ്ട രീതി ഉണ്ട്. അതിനാ പറഞ്ഞ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതിൽ എല്ലായിടത്തും ക്ലാമ്പ് എടുത്ത് ബിൽഡിങ് കറക്റ്റാക്കി ഇത് ചെയ്ത് സെറ്റപ്പ് ചെയ്തില്ലേ സാധനം പൊട്ടിപ്പോലെ മനു അല്ലേ? സ്റ്റീലാണ് സാധനം. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം ഇതിപ്പം ഒരു 1/4 മണിക്കൂർ കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കേട്ടോ. ബാക്കി നാളെ അടുത്ത നെറ്റ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഈ നെറ്റ് ഇതിൻ്റെ അകത്തടിക്കും അല്ലേ? എല്ലാത്തിനും അടിക്കുമോ? അല്ല താഴെ തൊട്ട് മേളി വരെ അടിക്കും. അല്ല ഈ റൗണ്ടിന് മാത്രം? ഫുള്ളിന്. ഓഹോ, ഈ അടിയിലെ റോണിനകത്ത് കയറ്റിവിടും അല്ലേ? അതതിന് ഇത് ചെയ്യും, കംപ്രസ് ചെയ്യും അല്ലേ? സ്റ്റീല്. അതായത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതായത് നമ്മുടെ ഇതില്ലേ, അതായത് ഇവിടെ ഇതിന്റെ പേരെന്നായിരുന്നു? എയർ ഫിൽറ്ററിന്റെ അകത്ത് ഇതുപോലത്തെ സാധനത്തിന്റെ അകത്താണ് മറ്റേ നെറ്റ് വെച്ചേക്കുന്നത്. കണ്ട ചേട്ടൻ കറക്റ്റ് അതിൻ്റെ അളവ് എടുക്കും കേട്ടോ. അതിൻ്റെ അളവെടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് ഇത് മുറിക്കും. അതിൻ്റെ ഇത് റോൾ ചെയ്ത് അതിൻ്റെ അത് കയറ്റി കണ്ടോ. താഴോട്ടുള്ള സൈസും മേളിലുള്ള സൈസും കിട്ടി. അതിൻ്റെ ആ സെയിം അളവാണ് കേട്ടോ ഇതും ഈ കാണുന്നതും. ആ ഓ താഴെ ഉണ്ടല്ലേ മറ്റേ സാധനം. ആ ഓഹോ, താഴെ അതേപോലെ തന്നെ സെറ്റപ്പും സംഭവങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതിന് അളവെടുത്തിട്ട് ഈ സാധനം കട്ട് ചെയ്ത് കയറ്റിയിട്ട കേസേ ഉള്ളൂ. ഇതാ നമുക്ക് ഇനി ഏത് മഴക്കാലത്തും വെള്ളത്തിൻ്റെ അകത്ത് എടുക്കാം വണ്ടിയല്ലേ? ആ അതായത് ഇനി നമുക്ക് ലീക്ക് ഉണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കാം. പൊള്ളൂലേ? ആ പിന്നെ ഇത് അല്ല പുക. ആ അങ്ങനെയല്ലേ? ഇനി നമുക്ക് എയർ ഫിൽറ്ററിന്റെ അതുകൊണ്ടാലും നമ്മളത് കറക്റ്റ് ചെയ്യും. അല്ല ഇനി നമുക്ക് എയർ ഫിൽറ്ററിന്റെ അവിടെ വരെ വണ്ടി അവിടെ വരെ വെള്ളത്തിൽ ഇറക്കാം. അതാണ് നമുക്ക് എയർ ഫിൽറ്ററിന്റെ. അതായത് ഇത്ര നാളും വരെ ആ ടാങ്കിന്റെ ലെവലിൽ നമുക്ക് വണ്ടി ഇറക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഈ ബോഡി ലെവൽ വരെ വണ്ടി ഇറക്കാൻ കേട്ടോ. അതാണ് പ്രത്യേകത. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടഫ് ടെററിനിലും അതായത് എളുപ്പമുള്ള ടെററിനിലും ഒരു മഴ വന്നാലും ഏതിലും നമുക്ക് വണ്ടി ഇറക്കാം. അതിനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഗായ്സ്? അതായത് ചേട്ടൻ ആ സാധനം കട്ട് ചെയ്ത് അത് റോളാക്കി എടുത്ത് കേട്ടോ. ആ റോളിനെ അടിച്ചടിച്ചടിച്ച് ലെവലാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടും. ഈ കാണുന്ന പൈപ്പുണ്ട്, ഈ പൈപ്പിൻ്റെ അകത്തോട്ട് റോളാക്കി എടുക്കുന്നതല്ലേ കറക്റ്റായിട്ടത്? കറക്റ്റായിട്ട് റോളാക്കി എടുത്തിട്ട് അത് ഈ പൈപ്പിൻ്റെ അകത്തോട്ട് വിടും. ഇനി ഇതിൻ്റെ മറ്റേ സാധനം ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുക. എത്ര കട്ട് ചെയ്തെടുക്കണം ചേട്ടാ? ഒരെണ്ണം കൂടെ. ആ ഒരെണ്ണം മതി. അതാണ് സപ്ലൈ. ഡൈവേഷൻ വരുന്നല്ലേ? വേറെ എന്തെങ്കിലും നിറയ്ക്കുമോ? അതെ ഡൈവേഷനാണ്. അവിടുന്ന് സ്പ്ലിറ്റ് ഒരെണ്ണത്തിന് മതി. നല്ല വണ്ടിയുടെ പുകയും കുറയും അല്ലേ? പുക ഇനി ഉണ്ടാവില്ല. എല്ലാവരും വണ്ടി താത്രം കേട്ടോ.
പമ്പ് നോസിലെല്ലാം പണിതല്ലേ വണ്ടി ഇനിയിപ്പോൾ താത്തിയിട്ട് വേണം പോകാൻ. മഴ പെയ്താൽ പണി കിട്ടും. ആ പിന്നെ നെഞ്ചിലോട്ട് എല്ലാം താത്തി ലെവലാക്കി ലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. പിന്നെ പേടിക്കാനില്ല, അവിടെ സേഫായ സ്ഥലം. ഇതിപ്പം ഗേറ്റ് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വേറെ സംഭവം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അല്ലേ. എല്ലാ വണ്ടി അകത്തായിരുന്നു, നമ്മുടെ വണ്ടി അകത്ത് കയറാത്തോണ്ട് പുറത്തോട്ട് അപ്പോൾ ഇവിടെ ഒരിക്കലും കയറത്തില്ലടോ. മാത്രം പുറത്തിരുന്നു, അല്ലെങ്കിൽ എല്ലാ വണ്ടി നിങ്ങൾ കാറിന് വേണ്ടി പ്ലാൻ ചെയ്തല്ലേ, നമുക്ക് വലിയ കാറിന് വേണ്ടി പണിതല്ലേ. പക്ഷെ ഒരു ചെറിയൊരു വണ്ടിയൊക്കെ കയറുന്ന സെറ്റപ്പ് ചെയ്യണമായിരുന്നു. ചെറിയ ലോറി ഒക്കെ കയറും. അല്ല ഇച്ചിരി വലുത് സെറ്റപ്പ് ആണെങ്കിൽ നല്ല ഇറക്കിയ ലോറി ആദ്യം കയറും. അന്ന് ഈ ഫ്രണ്ട് പണിഞ്ഞിട്ടില്ല. ഗൈസ് നോക്കൂ, നമ്മുടെ 2 സബ്സ്ക്രൈബർമാരെ കിട്ടിയിരിക്കുകയാണ്. ഇവന്മാര് ഇന്നലെ മുതൽ വിളിച്ചല്ലേടാ? ഇന്നലെ ലാസ്റ്റ് സ്ഥലം ചോദിച്ചു. ഫൈനലി അവന്മാർ ഇവിടെ എത്തി. പേരെന്നാ? ആബിദ്. പേരെന്നാടാ? ഗൈസ് 2 പേരും കറക്റ്റ് പരീക്ഷയുടെ 2 ദിവസം മുമ്പേ എത്തിയിരിക്കുകയാണ്. അല്ല നാളെയല്ല പരീക്ഷ. ഗൈസ് അപ്പം ഇദ്ദേഹമാണ് ഫാദർ. അപ്പം പുള്ളിക്കാരനും അവരെ ഇവിടെ ഞങ്ങളെടുത്ത് കൊണ്ടുവന്നു. 5-6 വർഷമായിട്ട് വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം വന്ന് കണ്ടതിൽ. അവന്മാർ വണ്ടിയൊക്കെ കറങ്ങി തിരിഞ്ഞെല്ലാം കണ്ടു. താങ്ക് യു. നോക്കൂ, ഫൈനലി രാത്രിയായി, സമയം ഏതാണ്ട് 8:15. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി താത്താൻ വേണ്ടി അല്ല ലോക്ക് ചെയ്യണോ ചേട്ടാ? കയറിയില്ലെങ്കിലോ? ലോക്ക് ചെയ്യാൻ നിർത്താൻ പറ്റും. ഇവിടെ ഒരു എക്സ്ട്രാ ലോക്ക് ഉണ്ട് കേട്ടോ. അല്ല താത്തു അല്ലേ? താത്തിക്കോട്ടെ മനു, താത്തിക്കോട്ടെ. മധുരം വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ താത്താൻ പോവാണേ. ഫുള്ള് ലോക്ക്, ഫുള്ള് താത്തുന്നില്ല കേട്ടോ. വേറെ അവരെല്ലാം ലോക്ക് ചെയ്ത് വെച്ചല്ലോ, ഒന്നും ഇല്ലല്ലോ ഇടയ്ക്കൊന്നും. സൈഡിലൊന്നും ഇല്ലല്ലോ. ഇതോടെ കഴിഞ്ഞില്ലേ? ഇനി ബാക്കി നാളെയല്ലേ ഉള്ളൂ. ലോക്ക് ചെയ്യണ്ട. താക്കോലും എന്ത് ചെയ്യാ? താക്കോലും കൊണ്ടോ? ഏത് ഇവിടെയാ? സൈഡിലൊന്നും ഇല്ലല്ലോ. ഇല്ല ഇവിടെ. ചേട്ടാ ഉള്ളിലാണോ താക്കോല്? എവിടെയാ? ഇതിനകത്തൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിടാം. ലോക്ക് ചെയ്യുന്നില്ല കേട്ടോ.